السلام عليكم ورحمة الله. أشهد أن لا إله إلا الله أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. കഴിഞ്ഞ ദിവസങ്ങളിൽ ജർമ്മൻ ജൽസ സാലാന അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ സ്വരുക്കൂട്ടിക്കൊണ്ട് സമാപിച്ചിരിക്കുന്നു. ജൽസയുടെ അവസാന ദിവസത്തിലും ഞാൻ പറഞ്ഞിരുന്നു, അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഈ വർഷം ജലസയിൽ പങ്കെടുക്കുന്നവർ 40,000-ൽ കൂടുതലാണ്. ഈ അഭിവൃദ്ധി നാം എല്ലാ വർഷവും കണ്ടുകൊണ്ടിരിക്കുന്നു. ഇത് തികച്ചും അള്ളാഹുവിന്റെ അനുഗ്രഹം മാത്രമാണ്. അവൻ നമ്മുടെ പ്രവർത്തനങ്ങൾ പരിശ്രമത്തെക്കാൾ ഉപരിയായി നൽകുന്നു. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനോട് നന്ദി കാണിച്ചുകൊണ്ട് നമ്മുടെ പരിശ്രമങ്ങളിൽ വർധന കൊണ്ടുവരേണ്ടതാണ്. അള്ളാഹുവിന്റെ ഈ അനുഗ്രഹവും കാരുണ്യവും വർദ്ധിക്കുന്നതിനു വേണ്ടി ജലസയിൽ പങ്കെടുക്കുന്ന നൂറുകണക്കിന് അനഹമ്മദികളും അമുസ്ലിങ്ങളുമായ അതിഥികൾ അഭിപ്രായം പ്രകടിപ്പിച്ചത് അനിതര സാധാരണമായ അന്തരീക്ഷവും സ്വാധീനവുമാണ് കാണാൻ സാധിച്ചത് എന്നാണ്. അഹമ്മദി എന്തായാലും പ്രകടിപ്പിക്കുന്നവരാണ്. ഏത് രീതിയിലാണ് എല്ലാ പ്രവർത്തകരും കുട്ടികളും പ്രവർത്തിക്കുന്നത്, എങ്ങനെയാണ് ഇത്രയധികം അംഗസംഖ്യയിലുള്ള ആളുകൾ ഒരു കുഴപ്പവും കലഹങ്ങളും ഇല്ലാതെ നിൽക്കും. മറ്റുള്ളവർക്ക് മുന്നിൽ ഇത് ഒരു വിചിത്രമായ കാര്യമാണ്. മറിച്ച് ചില ആളുകൾ പറഞ്ഞത് ഇതൊരു ദൃഷ്ടാന്തമാണ് എന്നാണ്. നമ്മുടെ ജലസ നമ്മുടെ തെർബിയത്ത് കൂടെ തബ്ലീഗിനുള്ള ഒരു മാർഗവുമായി തീരുന്നു. ഈ കാര്യം നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നത് അള്ളാഹുവിനോടുള്ള നന്ദി പ്രകടനത്തിൽ അഭിവൃദ്ധി ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഈ അന്തരീക്ഷം നമ്മുടെ താൽക്കാലികമായ ഒരു അന്തരീക്ഷം ആകാതിരിക്കട്ടെ, മറിച്ച് നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും ഇസ്ലാമിന്റെ മനോഹരമായ അധ്യാപനം നമ്മുടെ ഓരോ പ്രവർത്തനത്തിൽ നിന്നും പ്രകടിപ്പിക്കുന്നതാകട്ടെ. മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ബൈഅത്തിൽ പ്രവേശിച്ചതിന്റെ ലക്ഷ്യം പൂർത്തിയാക്കുന്നവരായി നാം മാറട്ടെ. സാധാരണയായി ഞാൻ ജലസക്ക് ശേഷം അതിഥികളുടെ അഭിപ്രായവും ജലസ സംബന്ധമായ മറ്റ് ചില കാര്യങ്ങളെക്കുറിച്ചുമാണ് പറയാറുള്ളത്. അത് വിവരിച്ചതാണ്. എന്നാൽ അതിനു മുൻപായി ഞാൻ ഇതിനായി പ്രവർത്തിച്ച പുരുഷന്മാർക്കും സ്ത്രീകൾക്കും നന്ദി പറയാൻ ആഗ്രഹിക്കുകയാണ്.
അവർ രാത്രിയും പകലും ഒന്നാക്കിക്കൊണ്ട് ജലസ സംവിധാനത്തെ എല്ലാവിധത്തിലും വിജയിപ്പിക്കുന്നതിനായി പരിശ്രമിച്ചു. ഇപ്പോൾ അവിടെ വൈൻഡപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും അവർ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇവിടെയും ലോകത്ത് വലിയ സംവിധാനമുള്ള മറ്റു രാജ്യങ്ങളിലും കാണാൻ സാധിക്കുന്നത് പ്രവർത്തകർ ജലസയുടെ ജോലിക്കായി തങ്ങളുടെ സ്വന്തം ആവശ്യങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് ജലസയുടെ സംവിധാനത്തിനും മസീഹെ മൗദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അതിഥികളുടെ സഹായത്തിനുമായി തങ്ങളുടെ മുഴുവൻ സമയവും വഖഫ് ചെയ്യുന്നു. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ജർമ്മനിയിലെ ജമാഅത്തും ആത്മാർത്ഥതയിൽ അഭിവൃദ്ധി നേടിയ ജമാഅത്താണ്. മറിച്ച് ചില ത്യാഗങ്ങളിൽ പല ജമാഅത്തുകളേക്കാൾ ഉന്നതി നേടിയവരാണ്. എവിടെയെങ്കിലും കുറവുകൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഭാരവാഹികളുടെ പ്രവർത്തന രീതിയിലും ശരിയായ രീതിയിൽ പ്രവർത്തനം നടത്താത്തതിലും പ്രവർത്തിക്കാത്തതിലുമാണ്. എന്നാൽ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ജമാഅത്തങ്ങൾ വലിയ ത്യാഗങ്ങൾ ചെയ്യുന്നവരാണ്. ജീവനും സമ്പത്തും സമയവും ത്യജിക്കുന്നവരാണ്. അള്ളാഹു അവരുടെ ആത്മാർത്ഥതയെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കട്ടെ. ഇത്തവണ പങ്കെടുക്കുന്ന ആളുകളുടെ വർധനവിന് ശേഷം അമീർ സാഹിബിനും ഇന്തിസാമിയക്കും ചിന്ത വന്നിട്ടുണ്ട്. ഈ ചിന്ത കഴിഞ്ഞ വർഷവും ഉണ്ടായിരുന്നു. ഞാൻ കുറച്ചു വർഷമായി പറയുന്നുണ്ട്. അമീർ സാഹിബും നാഷണൽ മജ്ലിസെ ആമലയും അതിന്റെ ഭാരവാഹികളും ഈ വർഷം തങ്ങൾക്കായി ഒരു ജലസഗാഹ് വേണം എന്ന് മനസ്സിലാക്കുന്നു. ഇത്തവണ പാർക്കിങ്ങിന്റെ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു ഇവർക്ക്. അതുമൂലം ട്രാഫിക്കിന്റെ പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഒരവസരത്തിൽ ആളുകൾക്ക് ജലസഗാഹിൽ എത്തിച്ചേരും പ്രയാസമുണ്ടായി. പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല. ഇത്തരം അവസ്ഥയിൽ ആളുകൾ കൂടിയാലും സംവിധാനത്തിൽ കുറവ് വന്നാലും ചില പ്രയാസങ്ങൾ ഉണ്ടാകുന്നു. ഇത് സ്വാഭാവികമായും ഉയർന്നതാണ്. ആളുകൾ ദേഷ്യം പ്രകടിപ്പിക്കുകയും ചെയ്തു. പങ്കെടുക്കുന്നതിൽ താമസം നേരിട്ടവർ, ട്രാഫിക്കിലും പാർക്കിങ്ങിലും ഡ്യൂട്ടി ചെയ്യുന്നവർക്കും പ്രയാസമുണ്ടായി. എന്നിരുന്നാലും ഈ അവസ്ഥയിലും അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ MTA മുഖേന ആളുകൾ പ്രോഗ്രാമുകൾ കണ്ടു. ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് വിശാലമായ ഒരു സൗകര്യം വേണമെന്നാണ്. ജലസയുടെ തീയതിയും സംഘടനാടിസ്ഥാനത്തിൽ തീരുമാനിക്കേണ്ടതുണ്ട്. അതിലും സ്വതന്ത്രരല്ല. ഇത്തവണ ജലസാ ഹാളും അവസാന സമയത്താണ് നൽകിയത്. ഇക്കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി തരുന്നത് ജലസ സംഘടിപ്പിക്കുന്നതിന് സ്വന്തമായി ഒരു സ്ഥലം വേണമെന്നാണ്. അമീർ സാഹിബ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അവർ ഒരു സ്ഥലം കണ്ടിട്ടുണ്ട്. അത് വാങ്ങാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അവർക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അള്ളാഹുവിന്റെ സമക്ഷം ജമാഅത്തിന് അത് നല്ലതെങ്കിൽ അള്ളാഹു അത് വാങ്ങാനുള്ള സംവിധാനം ഒരുക്കുകയും എളുപ്പമാക്കി തരികയും ചെയ്യട്ടെ. എനിക്ക് ആഗ്രഹമുണ്ട് ഇൻഷാല്ലാഹ്. അതുപോലെ ജർമ്മൻ ജമാഅത്തിന്റെ ആത്മാർത്ഥതയും ത്യാഗവും കണ്ടുകൊണ്ട് എനിക്ക് പറയാൻ സാധിക്കും, ഇതിനുവേണ്ടി കുറച്ച് സാമ്പത്തിക ത്യാഗത്തിന്റെ ആവശ്യം വരികയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ജമാഅത്ത് ഈ ത്യാഗം ചെയ്യുന്നതായിരിക്കും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ.
ജർമ്മൻ ജലസയുടെ അവസാന ദിവസത്തിലും ഞാൻ പറഞ്ഞിരുന്നു, ജർമ്മന്റെയും ഇപ്പോൾ ആഗോള ജലസയായിരിക്കുന്നു. യൂറോപ്പിലുള്ളവർക്ക് ജർമ്മൻ ജലസയിൽ പങ്കെടുക്കുന്നത് മുൻപ് തന്നെ എളുപ്പമായിരുന്നു. ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് മുൻ റഷ്യയിലെ രാജ്യങ്ങൾക്കും ആഫ്രിക്കയിലെ ചില രാജ്യങ്ങൾക്കും അവിടെ എത്തിച്ചേരുക എളുപ്പമായിരിക്കുന്നു എന്നാണ്. എളുപ്പത്തിൽ തന്നെ വിസയും ലഭിക്കുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലും ജർമ്മൻ ജൽസാഗാഹ് വിശാലമാക്കേണ്ടതിന്റെ ആവശ്യമുണ്ട്. പ്രവർത്തകർക്ക് നന്ദിയും ജലസയെക്കുറിച്ചുള്ള ഇക്കാര്യങ്ങൾക്കും ശേഷം ഞാൻ ജലസയിൽ പങ്കെടുത്ത ആളുകളുടെ അഭിപ്രായങ്ങൾ വിവരിക്കുകയാണ്. ഇതിൽ നിന്നും മനസ്സിലാകും, പ്രവർത്തകർ മാത്രമല്ല മറിച്ച് ജലസയിൽ പങ്കെടുത്തവരും മറ്റുള്ളവർക്ക് വേണ്ടി തങ്ങളുടെ സ്വഭാവ രീതി കൊണ്ട് നിശബ്ദമായ തബ്ലീഗാണ് ചെയ്തുകൊണ്ടിരുന്നത് എന്ന്. ജലസയുടെ ദിനങ്ങളിൽ അനഹ്മദികൾക്കും അമുസ്ലിങ്ങൾക്കുമായി ഒരു പ്രത്യേക പരിപാടി ഉണ്ടാകാറുണ്ട്. അവിടെ ശനിയാഴ്ച ദിവസം ഉച്ചയ്ക്ക് അതിൽ എന്റെ പ്രസംഗവും ഉണ്ടാകാറുണ്ട്. ആദ്യം ഞാൻ അതിൽ പങ്കെടുത്ത ആളുകളുടെ അഭിപ്രായം പറയുകയാണ്. ഈ പരിപാടിയിൽ ബാക്കി സമയം അവിടുത്തെ പ്രാദേശിക ജമാഅത്ത് നടത്തുന്ന തബ്ലീഗാണ് ഉണ്ടാകുക. ഈ വർഷം തബ്ലീഗ് പരിപാടിയിൽ 1179 അതിഥികൾ പങ്കെടുത്തു. അതിൽ ജർമ്മൻ അതിഥികളുടെ എണ്ണം 502 മറ്റുള്ള യൂറോപ്യൻ അതിഥികളുടെ എണ്ണം 541 ഇതുകൂടാതെ 157 അറബ് രാഷ്ട്രങ്ങളിൽ നിന്നുള്ളവരും 104 ഏഷ്യക്കാരും 75 ആഫ്രിക്കൻ അതിഥികളും പങ്കെടുത്തു. ഈ രീതിയിൽ 67 രാജ്യങ്ങളിൽ നിന്നുള്ള അതിഥികൾ പങ്കെടുത്തു. ഈ അതിഥികളിൽ മിസ്റ്റർ ഹെൻസോലെയർ ഫോൺഫേട്ടിലെ ലോ ഫോമിലെ ഒരു സീനിയർ പാർട്ട്ണറാണ്. അദ്ദേഹം ഒരു വക്കീലാണ്. ഈ തബ്ലീഗ് പരിപാടിയിൽ പങ്കെടുത്ത ശേഷം അദ്ദേഹം അഭിപ്രായം പറഞ്ഞു. ജമാഅത്തെ അഹ്മദിയ ഇമാമിന്റെ പ്രസംഗം എന്നിൽ വലിയ രീതിയിലുള്ള സ്വാധീനമുണ്ടാക്കി. പിന്നീട് എഴുതുന്നു, ബാഹ്യമായി നോക്കുമ്പോൾ കാര്യങ്ങൾ സമാധാനപൂർവ്വം നടന്നുപോകുന്ന ഈ അവസ്ഥയിൽ വരാൻ പോകുന്ന പ്രശ്നങ്ങളെയും യുദ്ധങ്ങളെയും മനസ്സിലാക്കുക വലിയ ഒരു കാര്യമാണ്. അഹ്മദിയ ജമാഅത്തിന്റെ ഇമാം ഈ പ്രശ്നങ്ങൾ മനസ്സിലാക്കുക മാത്രമല്ല ചെയ്യുന്നത്, മറിച്ച് അത് ലോകത്തിന് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. ഇതിൽ ഇദ്ദേഹം എമിഗ്രേഷനെ രാജ്യത്തിന്റെ സാമൂഹിക സാമ്പത്തിക കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തി നടത്തിയ പഠനവും യാഥാർത്ഥ്യമാണ്. പിന്നീട് പറയുന്നു, ഒരു നിയമജ്ഞൻ എന്ന നിലയിൽ ഈ കാര്യങ്ങൾ എന്റെ സുഹൃത്തുക്കളുമായി പങ്കുവെക്കുകയും രണ്ട് ഭാഗത്തു നിന്നുള്ള ആവശ്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാനും ശ്രമിക്കും. കാരണം സാധാരണയായി ഇവിടെ ആളുകൾ അഭയാർത്ഥികളുടെ കുടിയേറ്റത്തിന്റെ മോശമായ വശങ്ങൾ മാത്രമാണ് പറയുന്നത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട രാജ്യങ്ങളുടെ ആവശ്യങ്ങളെ വിസ്മരിച്ചു കളയുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നീട് നരീന ഫെഡറിക് സാഹിബ് എയർലൈനിന്റെ IT ഡിപ്പാർട്ട്മെന്റ് എക്സ്പേർട്ടാണ്. പറയുന്നു, പ്രഭാഷണം കേൾക്കുന്ന സമയത്ത് ഞാൻ ചിന്തിച്ചിരുന്നത്, പ്രഭാഷണം മറ്റുള്ള നേതാക്കളും നടത്തുന്നു. വരാൻ പോകുന്ന അപകടങ്ങളിൽ നിന്നും ലോകത്തോട് രക്ഷ നേടാനും പറയുന്നു. ലോക സമാധാനത്തെക്കുറിച്ച് സംസാരിക്കുക നേതാക്കൾക്ക് ഹോട്ട് കേക്കാണ്. എന്നാൽ അഹ്മദിയ ജമാഅത്തിന്റെ ഇമാമിന്റെ പ്രഭാഷണത്തിൽ ഉണ്ടായ ശക്തി മറ്റെവിടെയും ഞാൻ കണ്ടിട്ടില്ല.
രണ്ടാമത്തെ കാര്യം, ഇത് വിശദമായിട്ടുള്ള ഒരു നിരീക്ഷണം കൂടിയാണ്. ഇതിൽ നിന്നും വലിയ ഒരു വേദനയും പ്രകടമാകുന്നുണ്ട്. ഈ വേദന ഇല്ലായിരുന്നുവെങ്കിൽ ഈ രീതിയിലുള്ള നിരീക്ഷണം സാധ്യമായിരുന്നില്ല, പറയാൻ സാധിക്കുമായിരുന്നില്ല. പിന്നീട് പറയുന്നു, മതപരമായ വീക്ഷണത്തിലൂടെ മാത്രമല്ല, മറിച്ച് സാമൂഹിക സാമ്പത്തിക അടിസ്ഥാനത്തിൽ ലോക നേതാക്കളോട് പറഞ്ഞിരിക്കുന്നു, ലോകത്തിന്റെ സമാധാനം ഇവ ഭയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സ്വാർത്ഥ താൽപര്യങ്ങൾ മാറ്റി നിർത്തി സംവിധാനം ഒരുക്കുന്നില്ല എങ്കിൽ ഭീകരമായ യുദ്ധത്തിന്റെ കാരണക്കാർ നമ്മളായി മാറുന്നതാണ്. പറയുന്നു, എത്രത്തോളം വിശദീകരിച്ചുകൊണ്ട് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നുവെന്നാൽ അസൂലെങ്കിൽ മനുഷ്യനെ ഭീതിപ്പെടുത്താൻ ഈ മുന്നറിയിപ്പ് മതിയായതാണ്. വിധികർത്താക്കളിലേക്ക് ഈ സന്ദേശം എത്തിക്കേണ്ടതാണ്. കാരണം മനുഷ്യന്റെ നന്മയ്ക്കായി ഇതിനെക്കുറിച്ച് ഗ്ലോബൽ ലെവലിൽ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് നിർബന്ധമാണ്. മിസ്റ്റർ ക്ലാസി, മിസ്റ്റർ ഹൈബെ, ഇവർ രണ്ടുപേരും ജർമ്മൻ ദമ്പതികളാണ്. പറയുന്നു, ഞങ്ങൾക്ക് ഇവിടെ വരുന്നതിന് മുൻപ് നല്ല ഭയമായിരുന്നു. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ജമാഅത്തിനെ കുറിച്ച് അറിയാമായിരുന്നുവെങ്കിലും മീഡിയയിൽ ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും കുറിച്ച് കേട്ട കാര്യം കാരണം ഞങ്ങൾക്ക് ഭയമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നും ഇവിടെ വന്നിട്ട് ഞങ്ങൾ ഭയന്നിരുന്നു, ഏത് വിധത്തിലുള്ള ആളുകളായിരിക്കും. എന്നാൽ വന്നതിന് ശേഷം ഞങ്ങൾ രണ്ടുപേർക്കും സമാധാനവും ഞങ്ങളുടെ തന്നെ ഇടയിലാണ് എന്ന തോന്നലുമുണ്ടായി. പിന്നീട് പറയുന്നു, പ്രഭാഷണത്തിന് ശേഷം ഭാര്യ പറയുന്നു, യുദ്ധത്തിന്റെ പ്രശ്നങ്ങൾ ഞാനും സ്വയം കണ്ടിട്ടുണ്ട്. ഇവർ രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ കാര്യമാണ് പറഞ്ഞിരുന്നത്. ജമാഅത്തെ അഹമ്മദിയയുടെ ഇമാം ഏത് അപകടത്തെക്കുറിച്ചാണ് മുന്നറിയിപ്പ് നൽകിയത്, ഏത് വേദനയോടുകൂടിയാണോ മനുഷ്യന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്, ലോകമഹായുദ്ധം നേരിൽ കണ്ട എന്നെപ്പോലുള്ളവരിൽ മറ്റൊരു വിധത്തിലുള്ള ഒരു സ്വാധീനമാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ഈ പ്രഭാഷണത്തിലെ ഓരോ വാക്കുകളും വാചിക്കുന്നു. ഈ തലമുറ ഈ കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ സ്ത്രീയുടെ ഭർത്താവ് പറയുന്നു, അപകടത്തിന്റെ അടയാളങ്ങൾ തീർച്ചയായും പറഞ്ഞിരിക്കുന്നു. എന്നാൽ ഇത് വിവരിക്കുമ്പോൾ ആരുടെയെങ്കിലും പേരെടുത്ത് പറയുകയോ ഏതെങ്കിലും ഒരു വശത്തെ കൂടുതലായി പിന്താങ്ങുകയോ ചെയ്തില്ല. വേദനയോടുകൂടിയ ഉപദേശമായിരുന്നു. അതിൽ വ്യക്തിപരമായ ഇഷ്ടവും അനിഷ്ടവും ഉണ്ടായിരുന്നില്ല. സ്വാർത്ഥ താൽപര്യങ്ങൾ ഒന്നുമുണ്ടായിരുന്നില്ല. മത നേതാവിന്റെ പദവിയും ഇത് തന്നെയാണ്. ശേഷം പറയുന്നു, പ്രഭാഷണത്തിന് ശേഷം ജമാഅത്തെ അഹമ്മദിയ ലോകത്തിനു വേണ്ടി വേദനിക്കുന്നു എന്ന കാര്യം അംഗീകരിച്ചുകൊണ്ടാണ് ഞാൻ പോകുന്നത്. പിന്നീട് നോബർട്ട് വാഗ്നർ, എമിഗ്രേഷൻ ലോയറാണ്, പറയുന്നു, ഞാൻ ജലസയിൽ ആദ്യമായല്ല പങ്കെടുക്കുന്നത്. അഹമ്മദികളുടെ കേസുകളുടെ വക്കീലായതുകൊണ്ട് എനിക്ക് അധിക കാര്യങ്ങളെക്കുറിച്ചും അറിയാം. ഇദ്ദേഹം അഹമ്മദികളുടെ അസൈലം കേസ് നടത്തുന്നു. എന്നാൽ അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ നേതാവിന്റെ പ്രഭാഷണം എനിക്ക് പുതിയ അറിവാണ്. ഞാൻ അഭിപ്രായം പറയുന്നുവെങ്കിലും ഇത് ഒരു പ്രതികരണം മാത്രമാണ്. ഈ പ്രസംഗത്തിൽ എന്റെ ജോലി സംബന്ധമായ പല കാര്യങ്ങളുമുണ്ട്. ഞാൻ വീട്ടിൽ പോയി വീണ്ടും ചിന്തിക്കുന്നതാണ്. കുടിയേറ്റക്കാരെ കുറിച്ച് അഹമ്മദിയ ജമാഅത്തിന്റെ നേതാവ് പറഞ്ഞ കാര്യം അഭയാർത്ഥികളുടെയും ആതിഥേയ രാജ്യത്തിന്റെയും ഇടയിൽ ഒരു മധ്യത ഉണ്ടാക്കുന്നതാണ്. പ്രത്യേകിച്ചും എണ്ണങ്ങൾ പറഞ്ഞുകൊണ്ട് വാർദ്ധക്യത്തിന്റെയും റിട്ടയർമെന്റിന്റെയും പ്രായാടിസ്ഥാനത്തിൽ ജർമ്മനിയുടെ അംഗബലത്തെക്കുറിച്ച് പറഞ്ഞത് അഭയാർത്ഥികളുടെ ആത്മാഭിമാനത്തിന് കാരണമാകും. അതുപോലെ തന്നെ ആതിഥേയ രാജ്യത്തിന് അഭയാർത്ഥികളോടുള്ള ആദരവും വർദ്ധിക്കുന്നതാണ്. എന്നാൽ ഞാൻ വീണ്ടും പറയാൻ ആഗ്രഹിക്കുന്നു, എനിക്ക് വേണ്ടിയും
എമിഗ്രേഷൻ ലോയിൽ പ്രാക്ടീസ് ചെയ്യുന്ന എന്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയും പല ആശകളും ഇതിലുണ്ട്. ഭൗതികാടിസ്ഥാനത്തിലും ആളുകൾക്ക് സഹായമാകുന്നു. സ്വിറ്റ്സർലാൻഡിൽ നിന്നും ഒരു വനിത ലന സാഹിബ പറയുന്നു, ഞാനൊരു സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. ഞങ്ങൾ സമാധാന വ്യാപനത്തിനായി പരിശ്രമിക്കുന്നവരാണ്. ഇന്ന് ഞാൻ ഈ പ്രസംഗം കേട്ടപ്പോൾ ഓരോ വാക്കിലും സമാധാനം തന്നെയാണ് കാണാൻ സാധിച്ചത്. എനിക്ക് ഓരോ വാക്കിലും ക്ഷമയും മനുഷ്യത്വവും കാണാൻ സാധിച്ചു. നിങ്ങൾ സമാധാനം, സഹനം, മനുഷ്യത്വം എന്നിവയെ ഒരുമിപ്പിക്കുകയാണെങ്കിൽ മനോഹരമായ സമൂഹം രൂപീകരിക്കാൻ സാധിക്കുന്നു. പറയുന്നു, നിങ്ങൾ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ പ്രയോജനത്തിന് വേണ്ടിയാണ്. ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞതിന് ശേഷം മതത്തിൽ നിന്നും അതിന്റെ പരിഹാരവും മുന്നോട്ട് വെച്ചു എന്നുള്ളതാണ്. ഈ എല്ലാ കാര്യങ്ങളുമുള്ള പരിഹാരം ദൈവത്തെ തിരിച്ചറിയുന്നതിലാണ്. മതം പ്രശ്നമല്ലെന്നും പ്രശ്നപരിഹാരമാണെന്നും താങ്കൾ തെളിയിച്ചു. ഒരു ജർമ്മൻ പെൺകുട്ടി പറയുന്നു, എനിക്ക് പ്രഭാഷണത്തിൽ സമകാലീന പ്രശ്നത്തെക്കുറിച്ച് പറഞ്ഞത് വളരെ ഇഷ്ടപ്പെട്ടു. മുൻപും ചില രാഷ്ട്രീയക്കാർ സംസാരിച്ചിരുന്നു, എന്നാൽ അവരുടെ വാക്കുകളിൽ ശക്തി ഉണ്ടായിരുന്നില്ല. എല്ലാവർക്കും പറയാൻ സാധിക്കുന്ന നിസ്സാര കാര്യങ്ങൾ തന്നെയായിരുന്നു അത്. എന്നാൽ ഈ പ്രഭാഷണം തികച്ചും വ്യത്യസ്തമായിരുന്നു. താങ്കൾ യഥാർത്ഥ പ്രശ്നങ്ങളെ കുറിച്ച് പറഞ്ഞു, യുദ്ധത്തെക്കുറിച്ച് പറഞ്ഞു, സമൂഹത്തിന്റെ മാറ്റത്തെക്കുറിച്ചും എമിഗ്രേഷനെ കുറിച്ചും പറഞ്ഞു. ഇത് പൊതുവായിട്ടുള്ള കാര്യങ്ങളാണ്. അതിന്റെ പരിഹാരങ്ങളും നിർദ്ദേശിച്ചു. മതങ്ങളെ വിലക്കുന്നതിന് പകരമായി അതിനെ വ്യാപിപ്പിക്കുക, ജനങ്ങളോട് ദൈവത്തിലേക്ക് വരുന്നതിൽ ശ്രദ്ധ നൽകുക. മതങ്ങളെ വിലക്കുന്നതിന് പകരമായി അതിനെ വ്യാപിപ്പിക്കുക, ജനങ്ങളോട് ദൈവത്തിലേക്ക് വരുന്നതിലേക്ക് ശ്രദ്ധ നൽകി. പിന്നീട് പറയുന്നു, വളരെ വ്യക്തമായി പറഞ്ഞു, ഇന്ന് നടക്കുന്ന യുദ്ധങ്ങൾക്ക് മതവുമായി യാതൊരു ബന്ധവുമില്ല. രാഷ്ട്രീയ കാര്യങ്ങളും വ്യക്തമാക്കി. പ്രബലരായ രാജ്യങ്ങൾ കഴിവില്ലാത്ത രാജ്യങ്ങളിൽ നിന്നും പ്രയോജനം എടുക്കുന്നു, ചിലപ്പോൾ പ്രത്യക്ഷമായും ചിലപ്പോൾ പരോക്ഷമായ രീതിയിലും. ഇതൊരു വിദ്യാർത്ഥിയാണ്, നല്ല നിരീക്ഷണമാണ് നടത്തിയത്. ഇതിൽ നിന്നും മനസ്സിലാകുന്നത് ആളുകൾ ശ്രദ്ധിച്ച് പ്രബന്ധം കേൾക്കുന്നുണ്ടെന്നും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടെന്നുമാണ്. ജർമ്മനിയിലെ ഒരു ക്രൈസ്തവ പാതിരിയാണ് അന്തരിയ വൈസ്പ്രൂട്ട്. അദ്ദേഹം പറയുന്നു, ഞാൻ ജൽസ സാലനിൽ ഒരുപാട് പ്രഭാവിതനായി. പല സൗഹൃദപരമായ മുഖങ്ങളിൽ നിന്നും, സന്തോഷം നിറഞ്ഞ അന്തരീക്ഷത്തിൽ നിന്നും, മഹത്തായ ഐക്യത്തിൽ നിന്നും, സ്നേഹത്തിൽ നിന്നും. പിന്നീട് പ്രസംഗത്തെക്കുറിച്ച് പറയുന്നു, ഈ പ്രസംഗം എന്നെ ആശ്ചര്യപ്പെടുത്തിയിരിക്കുകയാണ്. ആണവ യുദ്ധങ്ങളെക്കുറിച്ച് എനിക്ക് ചിന്തയുണ്ടായിരുന്നില്ല. ഞാനും മനസ്സിലാക്കുന്നത് നമ്മൾ സാമൂഹിക ശക്തിയിലേക്കും സമാധാനത്തിലേക്കും ശ്രദ്ധിക്കുമ്പോൾ, ഒരുമിച്ച് കൊണ്ട് സമാധാനം സ്ഥാപിക്കുമ്പോൾ മാത്രമേ നമുക്ക് അഭിവൃദ്ധി നേടാൻ സാധിക്കുകയുള്ളൂ എന്നാണ്. ഈ ലക്ഷ്യത്തിനു വേണ്ടി ശക്തമായൊരു സമൂഹത്തിന്റെ ആവശ്യമുണ്ട്. സമത്വം സ്ഥാപിക്കേണ്ടതായിട്ടുണ്ട്. ഇനി ജലസയുടെ പൊതുവായിട്ടുള്ള അഭിപ്രായങ്ങളാണ്. പല ഉദാഹരണങ്ങളിൽ നിന്നും ചിലതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പൊതുവായിട്ടുള്ള അഭിപ്രായങ്ങളിൽ നിന്നും ചിലത് വിവരിക്കുകയാണ്. മസഡോണിയയിൽ നിന്നും ഒരു സംഘം വന്നിരുന്നു. 70 ആളുകളുണ്ടായിരുന്നു. അതിൽ 8 പത്രപ്രവർത്തകരായിരുന്നു, 2 പ്രാദേശിക ചാനലിൽ പ്രവർത്തിക്കുന്നവരും 6 നാഷണൽ ന്യൂസ് ഏജൻസികളുമായി ബന്ധപ്പെട്ടവരുമായിരുന്നു. ജലസയുടെ പരിപാടി കൂടാതെ ഞാനുമായും ആളുകളുമായും ഇന്റർവ്യൂ നടത്തി. പത്രക്കാർക്ക് പുറമെ 15 ക്രൈസ്തവ സുഹൃത്തുക്കളും 23 അഹമ്മദി മുസ്ലിങ്ങളും 24 അഹമ്മദി മുസ്ലിങ്ങളും ഉണ്ടായിരുന്നു. അഹമ്മദി അതിഥികളിൽ നിന്നും 5 പേർ ജലസയുടെ പരിപാടികൾ കണ്ട് ബൈഅത്ത് ചെയ്തു. അവർക്ക് തബ്ലീഗ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു.
മസഡോണിയ സംഘത്തിലെ ഒരു വനിത അലക്സാണ്ടർ അദ്വീനോ സാഹിബ പങ്കെടുത്തിരുന്നു. അവർ അവരുടെ തനതായ ശൈലിയിൽ പറയുന്നു. അതുകൊണ്ടാണ് വിവരിക്കുന്നതിന് വേണ്ടി ഞാൻ അത് തിരഞ്ഞെടുത്തത്. പറയുന്നു, കുറച്ച് സാഹിത്യപരമായിട്ടാണ് പറയുന്നത്. വീട്ടുകാരില്ലാതെ വീടിനെ കുറിച്ച് ചിന്തിക്കാനാണ്. ധാർമ്മിക ഗുണങ്ങളില്ലാത്ത മനുഷ്യത്വത്തെക്കുറിച്ച് ചിന്തിക്കാൻ സാധിക്കുമോ? മനുഷ്യന്റെ യാഥാർത്ഥ്യം മതപരമായിട്ടുള്ളതാണ്. സ്നേഹമില്ലാത്ത മനുഷ്യത്വത്തെക്കുറിച്ച് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുക? മനുഷ്യാത്മാവിന്റെ പവിത്രത സമാധാനത്തിൽ വസിക്കുന്നതിൽ നിന്നും സമാധാനം വ്യാപിക്കുന്നതിൽ നിന്നുമാണ് കരസ്ഥമാക്കാൻ സാധിക്കുക. ഇതുപോലെ ആത്മാവിന്റെ പരിശുദ്ധത പരസ്പരമുള്ള സ്നേഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ് അള്ളാഹുവിൽ ദൃഢമായി വിശ്വസിക്കുക. ഭൂമിയിൽ ഭാവിയെ സുരക്ഷിതമാക്കുക. ഈ മാർഗത്തിലൂടെയാണ് നമുക്ക് മനുഷ്യത്തെ സംരക്ഷിക്കാൻ സാധിക്കുക. ജമാഅത്തെ അഹമ്മദിയ ഈ കാര്യങ്ങളെല്ലാം നടത്തിവരുന്നു. അഹമ്മദി സമാധാനം വ്യാപിപ്പിക്കുന്നു, സമാധാനത്തിന്റെ അധ്യാപനം നൽകുന്നു, ധാർമ്മിക ഗുണങ്ങളെ സ്ഥാപിക്കുന്നു. മനുഷ്യകുലം ഈ കാര്യങ്ങളും നടപ്പിൽ വരുത്താൻ ശ്രമിക്കുന്നു. അഹമ്മദിയത്ത് ആളുകളെ ഒരു സ്ഥലത്ത് ഒരുമിപ്പിക്കുന്നു. അഹമ്മദിയത്ത് ആഗ്രഹിക്കുന്നത് ജനങ്ങൾ ആത്മീയത അഭിവൃദ്ധി നേടുന്നവരാകാൻ വേണ്ടിയാണ്. ഇവരിൽ ഐക്യം ഉടലെടുക്കട്ടെ, ദൈവ സമീപസ്ഥരായിരിക്കട്ടെ. ഈ വർഷം ജൽസ സാലാനയിൽ ഒരുപാട് നല്ല ആളുകളെ കണ്ടു. പ്രസന്ന മുഖത്തോടുകൂടി അവർ ജനങ്ങളെ ആദരിച്ചു. നല്ല സ്വഭാവങ്ങളോടുകൂടി നല്ല ജീവിതമുണ്ടാകുമെന്ന് അവർക്ക് ഉറപ്പുണ്ട്. പറയുന്നു, ഞാൻ നന്ദി പറയുന്നതോടൊപ്പം ദൈവത്തിൽ ദൃഢമായി വിശ്വസിക്കുന്നവരെ ഞാൻ കണ്ടു എന്ന് സാക്ഷ്യം നൽകുന്നു. നിങ്ങൾ ഈ സൽപ്രവർത്തനങ്ങൾ തുടർന്നും കൊണ്ടുപോകും എന്ന് ഞാൻ കരുതുന്നു. ജീവിതത്തിന്റെ യഥാർത്ഥ ഉദ്ദേശമെന്താണെന്ന് ജനങ്ങൾ ഒരിക്കൽ മനസ്സിലാക്കും. ആ സമയം തീർച്ചയായും വരും. ഇതൊരു അനഹമ്മദിയുടെ ചിന്തകളാണ്. ഈ അഭിപ്രായം യഥാർത്ഥത്തിൽ നമ്മൾ ജീവിത ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാക്കുന്നവരും അത് നേടിയെടുക്കുന്നവരുമായി മാറണം എന്ന കാര്യത്തിലേക്ക് നമ്മെ കൊണ്ടുപോകുന്നതാകണം. മസഡോണിയ സംഘത്തിൽപ്പെട്ട ഒരു ടിവിയുടെ ജേർണലിസ്റ്റ് സുറാൻചോ സുറുൻസി സാഹിബ് പറയുന്നു, ഞാൻ 2ാം തവണയാണ് ജലസയിൽ പങ്കെടുക്കുന്നത്. ഇത് എനിക്കൊരു ആദരവാണ്. ജലസയുടെ സംവിധാനം വളരെ മികച്ചതായിരുന്നു. കഴിഞ്ഞ വർഷത്തേക്കാൾ മികച്ചതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പിന്നീട് പറയുന്നു, അങ്ങയുടെ പ്രഭാഷണത്തിൽ നിന്നും ഞാൻ വളരെ ആകൃഷ്ടനായി. ഓരോ വാക്കും മനുഷ്യത്വത്തിനായുള്ള സന്ദേശമായിരുന്നു. പിന്നീട് പറയുന്നു, താങ്കളുടെ പ്രഭാഷണത്തിൽ ഞാൻ വളരെ ആകൃഷ്ടനായി. ഓരോ വാക്കും മനുഷ്യത്വത്തിനുള്ള സന്ദേശമായിരുന്നു. പിന്നീട് പറയുന്നു, എല്ലാവരും സ്നേഹം, വെറുപ്പ് ആരോടുമില്ല എന്നുള്ളത് ഒരു ആഗോള സന്ദേശമാണ്. പറയുന്നു, ദൈവത്തിൽ വിശ്വസിക്കുകയും മനുഷ്യകുലത്തെ സഹായിക്കുക എന്നുള്ളത് എല്ലാവരുടെയും ഇടയിലുള്ള ഭിന്നതയെ അവസാനിപ്പിക്കുന്ന ഒരു പ്രവൃത്തിയാണ്. അഹമ്മദിയ ജമാഅത്ത് ജനങ്ങൾക്ക് സൽഗുണങ്ങളാണ് പഠിപ്പിക്കുന്നത്. എന്റെ പ്രസ് കോൺഫറൻസുമായി ബന്ധപ്പെട്ട് പറയുന്നു, ജേർണലിസ്റ്റുകൾക്ക് നൽകിയ മറുപടികൾ മനുഷ്യത്വത്തിന്റെ അടിസ്ഥാനപരമായ പ്രാധാന്യം പ്രകടിപ്പിക്കുന്നതായിരുന്നു. പറയുന്നു, ഞാനും ഒരു ജേർണലിസ്റ്റാണ്. ഏതെങ്കിലും സമയം താങ്കളുടെ ഇന്റർവ്യൂ എടുക്കാൻ ശ്രമിക്കുന്നതാണ്. പറയുന്നു, നല്ല ഉപദേശങ്ങൾ നൽകുന്നു. കൂടുതൽ ആളുകൾ അഹമ്മദിയത്ത് സ്വീകരിക്കുമെന്ന് എനിക്ക് പ്രതീക്ഷയുണ്ട്. അവർ മനുഷ്യ നന്മയ്ക്കായി പ്രവർത്തിക്കുന്നതാണ്. ഇസ്ലാം അഹമ്മദിയത്ത് മുഖേനയാണ് വ്യാപിക്കുന്നത് എന്ന് ലോകം കണ്ടു തുടങ്ങിയിരിക്കുന്നു. പിന്നീട് യുനെസ്കോ സാഹിബ് പറയുന്നു, ഞാൻ അടിത്തട്ടിൽ നിന്നുകൊണ്ട് അഹമ്മദിയ മുസ്ലിങ്ങളുടെ സന്ദേശത്തെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരു ജേർണലിസ്റ്റ് എന്ന നിലയിൽ ഞാൻ വ്യത്യസ്ത മതങ്ങൾ തമ്മിലുള്ള സാമ്യതയുടെ അധ്യാപനങ്ങൾ ശോധിച്ചിട്ടുണ്ട്. മതത്തിന്റെ അടിസ്ഥാനം എന്നുള്ളത് ദൈവത്തോടും സൃഷ്ടികളോടുമുള്ള സ്നേഹത്തിലാണുള്ളത്. ഈ കാലഘട്ടത്തിന് ആവശ്യമായിട്ടുള്ള സന്ദേശമാണിത്.
ലോകത്ത് പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന പല പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം ഈ സ്നേഹ സന്ദേശത്തിൽ ഉൾക്കൊള്ളുന്നതാണ്. ഇന്ന് യൂറോപ്പിലെ വലിയ ഒരു പ്രശ്നം വലതുപക്ഷ രാഷ്ട്രീയക്കാരുടെ വർദ്ധിച്ചു വരുന്ന അധികാരമാണ്. വിവിധ മതങ്ങൾക്കും സംസ്കാരങ്ങൾക്കും സിവിലൈസേഷനും ഇടയിലുള്ള പ്രശ്നങ്ങൾക്ക് സംഭാഷണത്തിലൂടെ മാത്രമാണ് പരിഹാരം സാധ്യമായിട്ടുള്ളത്. നമ്മൾ ദൈവത്തെ അന്വേഷിക്കുകയാണെങ്കിൽ നമ്മൾക്കിടയിൽ വലിയ അന്തരമില്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. എത്രത്തോളം നമ്മൾ ദൈവത്തിൽ നിന്നും വിദൂരമായിരിക്കുന്നുവോ അത്രത്തോളം മനുഷ്യത്വത്തിൽ നിന്നും വിദൂരമായിരിക്കും. ഈ ലൗകികത ആത്മീയ ജീവിതത്തെയും പരസ്പരമുള്ള സ്നേഹത്തെയും അവസാനിപ്പിക്കുന്നു. അതുകൊണ്ട് നമ്മൾ നമ്മുടെ കുടുംബത്തെയും സുഹൃത്തുക്കളെയും സംരക്ഷിക്കുക, ബന്ധങ്ങൾ കാത്തുസൂക്ഷിക്കുക. പിന്നീട് ജാനി ജി സാഹിബ പറയുന്നു, ഞാൻ എന്റെ കുടുംബത്തോടൊപ്പം ജലസയിൽ പങ്കെടുത്തു. ജലസ വളരെ മികച്ചതായിരുന്നു, വളരെ നല്ല അനുഭവമായിരുന്നു. പറയുന്നു, മസഡോണിയയിൽ ഞാൻ ആദ്യമായി അഹമ്മദത്തിന്റെ സന്ദേശം അറിഞ്ഞപ്പോൾ തന്നെ അഹമ്മദത്തിന്റെ അധ്യാപനം ജനങ്ങൾക്ക് വഴികാട്ടിയാണെന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നു. ആദ്യം എന്റെ കുടുംബം ഈ സന്ദേശം സ്വീകരിച്ചു, പിന്നീട് എനിക്ക് വഴികാട്ടിയായി. ജലസയിൽ സംവിധാനം ഒരുക്കിയതിൽ താങ്കളോട് നന്ദി പറയുന്നു. താനിയ സാഹിബ പറയുന്നു, ഞാൻ ആദ്യമായാണ് ജർമ്മൻ ജൽസയിൽ പങ്കെടുക്കുന്നത്. ഇവിടെ എനിക്കെല്ലാം പുതുമയുള്ളതായിരുന്നു. എല്ലാ സംവിധാനങ്ങളും മികച്ചതായിരുന്നു. പ്രവർത്തകരുടെ സമീപനം വളരെ സൗഹൃദപരമായിരുന്നു. പുഞ്ചിരിയോടുകൂടി പെരുമാറി സന്തോഷത്തോടുകൂടി പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. ബൾഗാരിയയിൽ നിന്നുള്ള ഒരു വ്യക്തി പറയുന്നു, ആളുകൾ സ്നേഹമുള്ളവരായിരുന്നു. അതുകാരണമാണ് ഞാൻ ഇവിടെയുള്ളത്. ബൈഅത്തിന്റെ പരിപാടി ഒരു സന്ദർശകൻ എന്ന നിലയിലാണ് ഞാൻ കണ്ടിരുന്നത്. എന്റെ വികാരത്തെ പ്രകടിപ്പിക്കാൻ എനിക്ക് വാക്കുകളില്ല. ഈ രീതിയിൽ ആളുകൾ ഒരുമിച്ച് കൂടുക എന്നത് വലിയൊരു കാര്യമാണ്. ബൾഗാരിയയിൽ നിന്നും 49 ആളുകൾ അടങ്ങിയ ഒരു സംഘം പങ്കെടുത്തു. അത് 15 അഹമ്മദികളും 34 അനഹമ്മദികളും ക്രിസ്ത്യാനികളും ഉണ്ടായിരുന്നു. ഒരു ക്രിസ്തീയ വനിത ജൂലിയ സാഹിബ പറയുന്നു, അഹമ്മദിയ മുസ്ലിം ജലസയിൽ ആയിരങ്ങൾക്കിടയിൽ ഞാനും പങ്കെടുത്തു എന്ന കാര്യം ചിന്തിച്ച് വികാരഭരിതയായിരിക്കുകയാണ്. തീർച്ചയായും ഞാൻ ക്രിസ്ത്യാനിയാണ്, എന്നാൽ എനിക്ക് ഈ പ്രസംഗം വളരെ ഇഷ്ടപ്പെട്ടു. താങ്കളുടെ പ്രാർത്ഥന ഹൃദയത്തിൽ സ്വാധീനം ചെലുത്തുന്നതായിരുന്നു. ഖുർആൻ പാരായണവും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, അതിന്റെ പരിഭാഷയും. അഭിനന്ദനീയമായ കാര്യം താങ്കൾ വിദ്യാർത്ഥികൾക്ക് സ്വന്തം കൈകൾ കൊണ്ട് പുരസ്കാരങ്ങൾ നൽകി എന്നുള്ളതാണ്. താങ്കളുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കട്ടെ എന്നും പറയുന്നു. ബൾഗാരിയയിലെ മറ്റൊരു വനിത ക്രിമീര സാഹിബ പറയുന്നു, എനിക്ക് 3ാം തവണയാണ് ജർമ്മൻ ജൽസ സാലാനയിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചത്. എല്ലാ വർഷവും എനിക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ സാധിക്കുന്നു. ഞാൻ പ്രസംഗങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കുന്നു. ഞാനൊരു ഫിസിയോതെറാപ്പിസ്റ്റും സൈക്കോളജിസ്റ്റുമാണ്. ഈ പ്രസംഗങ്ങളിൽ പറഞ്ഞ ജമാഅത്തിന്റെ അധ്യാപനമനുസരിച്ച് എന്റെ എല്ലാ രോഗികളുടെയും ചികിത്സ എനിക്ക് നല്ല രീതിയിൽ നടത്താൻ സാധിക്കും. പ്രയോജനപ്രദമായ ഈ ഉപദേശങ്ങൾ ഞാൻ എനിക്ക് വേണ്ടിയും സ്വീകരിക്കും. ബൾഗാരിയ സംഘത്തിലെ ഒരു ക്രിസ്തീയ വനിത ഇവാങ്ക സാഹിബ പറയുന്നു, എനിക്കാദ്യമായാണ് ജർമ്മൻ ജൽസ സാലാനയിൽ പങ്കെടുക്കാൻ സാധിച്ചത്. എനിക്കിതെല്ലാം കണ്ട് ആശ്ചര്യമുണ്ടാകുന്നു. പ്രത്യേകിച്ചും വെള്ളം നൽകുന്ന കുട്ടികളെ കണ്ട് പ്രഭാവിതയായിരിക്കുന്നു. മറ്റൊരു വനിത ഗീലിയ സാഹിബ പറയുന്നു, ഞാൻ 3 ദിവസവും ജർമ്മൻ ജൽസ സാലാനയിൽ പങ്കെടുത്തു. ഞാൻ ജൽസയുടെ സംവിധാനവും ആതിഥ്യവും കണ്ട് പ്രഭാവിതയാണ്. ഞാൻ കണ്ടുമുട്ടിയ സ്വഭാവമുള്ള ആളുകളിൽ നിന്നും ആകൃഷ്ടയാണ്. ഹംഗറിയിൽ നിന്നും 8 അതിഥികളും 11 അഹമ്മദികളും ഉള്ള ഒരു സംഘം വന്നിരുന്നു. റോമ സമൂഹത്തിലുള്ള സാവഞ്ച് സാഹിബ് പറയുന്നു, ഞങ്ങളുടെ സമൂഹത്തിന്റെ സഹായത്തിനും നിയമപരമായ സഹായത്തിനും വേണ്ടി ഞങ്ങൾ ഒരു സംഘടന രൂപീകരിച്ചിട്ടുണ്ട്. ഈ സംഘടനയിൽ
16,000-ൽ പരം മെമ്പർമാരുണ്ട്. ജലസയിൽ ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത്. പറയുന്നു, ജോലി സംബന്ധമായി പല ആളുകളെയും കാണേണ്ടി വരുന്നു. വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നു. യഹൂദികളുടെ പരിപാടിയിലും മുസ്ലിങ്ങളുടെ പരിപാടികളിലും ക്രൈസ്തവരുടെ പരിപാടികളിലും പോയിട്ടുണ്ട്. സ്നേഹവും മനുഷ്യത്വത്തിന്റെ ബഹുമാനവും തുല്യതയും സാഹോദര്യവും ഇവിടെ കാണാൻ സാധിച്ചതുപോലെ മറ്റെവിടെയും കാണാൻ സാധിച്ചില്ല. അദ്ദേഹത്തിന് ഇവിടെ വന്ന് കാണാൻ സാധിച്ചതിൽ നന്ദി പ്രകടിപ്പിച്ചു. എല്ലാവരോടും സ്നേഹം, വെറുപ്പാരോടുമില്ല എന്നതിന്റെ കർമ്മ മാതൃകയും ഇവിടെയുണ്ട്. പറയുന്നു, ഈ അനുഭവം അവർക്ക് ഒരു ലൈഫ് അനുഭവമാണ്. ഇതിനെ വിസ്മരിക്കാൻ സാധിക്കില്ല. ജലസയിൽ പങ്കെടുത്ത് വികാരഭരിതനാണ്. പറയുന്നു, ഞങ്ങളുടെ രാജ്യത്ത് കുടിയേറ്റത്തെ തുടർന്ന് മുസ്ലിങ്ങളോട് വെറുപ്പാണ്. ഞങ്ങൾ മുസ്ലിങ്ങൾക്ക് വേണ്ടി മുൻപും ശബ്ദം ഉയർത്തിയിട്ടുണ്ട്. ഇനിയും ശക്തമായ നിലയിൽ പ്രതികരിച്ചുകൊണ്ടിരിക്കും. മുസ്ലിങ്ങളെക്കുറിച്ച് മീഡിയ പറയുന്ന കാര്യങ്ങൾ തികച്ചും തെറ്റാണ്. യമനിലുള്ള വഫാ ഹസൻ ഷെർമാനി സാഹിബ തന്റെ ഉമ്മയോടും മകനോടുമൊപ്പം ഹിജ്റത്ത് ചെയ്ത് ഹംഗറിയിൽ വന്നതാണ്. പറയുന്നു, കഴിഞ്ഞ വർഷവും ഈ വർഷവും ജലസയിൽ പങ്കെടുത്തിരുന്നു. കഴിഞ്ഞ വർഷം സ്ത്രീകളുടെ ഭാഗത്ത് പോയപ്പോൾ അവിടെ കൂടുതൽ കംഫർട്ടബിൾ ആയി തോന്നി. ഈ വർഷം സ്ത്രീകളുടെ ഭാഗത്ത് നിന്നാണ് എല്ലാ പരിപാടികളും കേട്ടത്. അത് ആത്മീയത നിറഞ്ഞ ഒരു അന്തരീക്ഷമായിരുന്നു. മറ്റൊരു അതിഥി ബേസം ജൂസി സാഹിബ് അവസാന ദിവസം ബയ്യത്ത് ജമാത്തിൽ പ്രവേശിച്ചു. പറയുന്നു, ഇതിനായി ഞാൻ അള്ളാഹുവിനോട് നന്ദി പ്രകടിപ്പിക്കുന്നു. ജമാഅത്തിൽ പ്രവേശിക്കാനുള്ള കാരണം ഞാനുമായുള്ള മുലാഖാത്തായിരുന്നു. എല്ലാ വർഷവും ജർമ്മൻ ജലസയിൽ എടുക്കുന്നു. മറ്റൊരു അഹമ്മദിയാണ് ബീഗം ബിൻസി സാഹിബ്. അവർ പറയുന്നു, ഞാൻ 2004-ൽ ബൈഅത്ത് ചെയ്തു. ജേർണലിസം ഗ്രാജുവേഷനിൽ ഉന്നത വിജയം നേടി. 2016-ലെ ജൽസ സാലാനയിൽ എനിക്ക് ലഭിച്ചു. അതിനുശേഷം അൽബാനിയയിൽ ഓൺലൈൻ ജേർണലിസ്റ്റായി പത്രത്തിൽ പ്രവർത്തിച്ചു. കഴിഞ്ഞ വർഷം ജലസയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ലീവിന് അപേക്ഷിച്ചപ്പോൾ അനുവാദം ലഭിച്ചില്ല. അതുകൊണ്ട് ഞാൻ രാജിവെച്ചു. കാരണം എനിക്ക് ജൽസ സാലാനയിൽ നിന്നും വിട്ടുനിൽക്കാൻ സാധിക്കുമായിരുന്നില്ല. പറയുന്നു, അള്ളാഹു അന്ന് തന്നെ മറ്റൊരു മീഡിയ കമ്പനിയിൽ എനിക്ക് ജോലി നൽകി. അവിടെ എനിക്ക് ജലസയിൽ പങ്കെടുക്കാനുള്ള അനുമതിയും നൽകി. പറയുന്നു, ഈ വർഷവും 4 മാസമായി ഒരു ഓൺലൈൻ പത്രത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. കമ്പനിയുടെ നിയമാടിസ്ഥാനത്തിൽ 6 മാസത്തിന് മുൻപായി ലീവ് ലഭിക്കുമായിരുന്നില്ല. എങ്കിലും ലീവിനായി ഞാൻ അപേക്ഷിച്ചു. എന്നാൽ അത് അനുവദിച്ചില്ല. ഞാൻ രാജിവെച്ചു. അന്ന് തന്നെ എനിക്ക് 3 കമ്പനികളിൽ നിന്നും ജോലി വാഗ്ദാനം ലഭിച്ചു. ഞാൻ ജൽസ സാലാനയിൽ പങ്കെടുത്ത് തിരിച്ചു വന്നതിന് ശേഷം ജോലിക്ക് വരുന്നതാണ് എന്ന നിബന്ധനയിൽ ഒരു കമ്പനിയിൽ ചേർന്നു. എന്റെ ഈ നിബന്ധന അവർ സ്വീകരിച്ചു. ഇതാണ് പുതുതായി വരുന്നവരും സ്ഥാപിക്കുന്ന വിശ്വാസത്തിന്റെയും ദീനിനെ ദുനിയാവിനേക്കാൾ മുന്തിക്കുന്നതിന്റെയും മാതൃക. മറ്റൊരു അഹമ്മദി സുഹൃത്ത് ഗീസം മുർസാഹിബ്, അദ്ദേഹത്തിന്റെ ബന്ധം മതത്തെ അംഗീകരിക്കാത്ത വിഭാഗവുമായിട്ടായിരുന്നു. കുറച്ചു വർഷം മുൻപ് ജമാഅത്തുമായി ബന്ധപ്പെട്ടു. ജമാഅത്ത് മതത്തെക്കുറിച്ച് നൽകുന്ന തെളിവുകൾ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുകയും സ്വീകാര്യമാവുകയും ചെയ്തു. ഇതിനു മുൻപ് മൗലവിമാരുടെ കഥകൾ കേട്ട് അദ്ദേഹത്തിന്റെ മനസ്സ് മതത്തിൽ നിന്നും വിദൂരമായിരുന്നു. കുറച്ചു വർഷം മുമ്പ് ബൈഅത്ത് ചെയ്തു. ഇപ്പോൾ പതുക്കെ ഇസ്ലാമിക രീതികൾ ഉൾക്കൊണ്ടുവരുന്നു. പറയുന്നു, ജൽസ സാലാന എനിക്ക് പ്രത്യേകമായി തോന്നി. സംവിധാനവും ആതിഥ്യവും എല്ലാ വർഷത്തെയും പോലെ മികച്ചതായിരുന്നു. ലജനകളോടുള്ള പ്രഭാഷണവും സമാപന പ്രഭാഷണവും എന്നെ ഏറെ സ്വാധീനിച്ചു. ഈ സന്ദേശം നമ്മൾ പുരുഷന്മാരും എപ്പോഴും ഓർത്തുവെക്കേണ്ടതാണ്. മറ്റൊരു അതിഥിയാണ്
എലിഡ് ഷെലാൻചി അൽബാനിക്കാരനാണ്, ജർമ്മനിയിൽ വസിക്കുന്നു. ജലസ ഒരു അഹമ്മദിയെ സംബന്ധിച്ചിടത്തോളം മഹത്തായ ഒരു ആത്മീയ സംഗമമാണ്. ജമാഅത്ത് അംഗങ്ങൾ കൂടാതെ ഇതര മതസ്ഥിലുള്ളവരും പങ്കെടുക്കുന്നു. ജലസയിൽ പങ്കുകൊണ്ട് ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ അധ്യാപനം മനസ്സിലാകുന്നതോടൊപ്പം ജമാഅത്തിൽ നിലവിലുള്ള ഖിലാഫത്തിന്റെ അനുഗ്രഹങ്ങളും കാണാൻ സാധിക്കുന്നു. പറയുന്നു, ദിവസങ്ങളിൽ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ഹാളുകളിൽ വിവിധ പരിപാടികൾ നടക്കുന്നു. നിലവിലുള്ള ചാലഞ്ചുകൾക്ക് പകരമായി ഇസ്ലാമിന്റെ മനോഹരമായ അധ്യാപനം മുന്നോട്ട് വെക്കുന്നു. ഒരു അഹമ്മദി മുസ്ലിം എന്ന നിലയിൽ വർഷം മുഴുവൻ ഈ ജലസക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് നടത്തുന്നത്. കാരണം ഇവിടെ ഒരു യഥാർത്ഥ സാഹോദര്യത്തിന്റെ ആത്മാവ് ദർശിക്കാൻ സാധിക്കുന്നു. അത് വിവരിക്കുക അസാധ്യമാണ്. പറയുന്നു, സ്നേഹത്തിന്റെ പ്രകടനം എല്ലാ ജമാഅത്ത് അംഗങ്ങളിൽ നിന്നും ഉണ്ടാകുന്നു. ഈ ജലസയിൽ പങ്കെടുത്ത് എനിക്ക് തോന്നുന്നത് ഞാൻ സ്വർഗത്തിലാണെന്നാണ്. ലോകത്തുള്ള ഏറ്റവും സൗഭാഗ്യവാൻ ഞാനാണ് എന്നാണ്. അടുത്ത വർഷത്തെ ജലക്ക് വേണ്ടി അക്ഷമനായി കാത്തിരിക്കുകയാണ്. ജോർജിയയിൽ നിന്നും 85 ആളുകൾ അടങ്ങുന്ന ഒരു സംഘം വന്നിരുന്നു. റഷ്യയിൽ നിന്ന് വരുന്ന ഏറ്റവും വലിയ സംഘമായിരുന്നു ഇത്. ഒരു സാമൂഹ്യ സംഘടനയുടെ ചെയർമാൻ ബോസോ സാഹിബ് പറയുന്നു, പല അഹമ്മദികളോടും സംസാരിക്കാനുള്ള അവസരം ലഭിച്ചു. ഈ ജമാഅത്ത് മതസാഹോദര്യം ഏത് രീതിയിലാണ് നിലനിർത്തുന്നത് എന്ന് സംഭാഷണത്തിലൂടെ ഞാൻ കണ്ടെത്താൻ ശ്രമിച്ചു. 2 അഹമ്മദികളുമായി സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ മുസ്ലിമല്ല, ക്രിസ്ത്യാനിയാണ്. ഞാൻ മനസ്സിലാക്കിയിരുന്നത് ഇത് അറിഞ്ഞ അവരുടെ രീതി മാറുമെന്നായിരുന്നു. എന്നാൽ എനിക്ക് ആശ്ചര്യമുണ്ടായി. ഈ അഹമ്മദ് മുൻപ് സംസാരിച്ചിരുന്നത് പോലെ തന്നെ പ്രസന്ന മുഖത്തോടുകൂടി സംസാരിച്ചു കൊണ്ടിരുന്നു. ഒരു വിധത്തിലുള്ള അനിഷ്ടവും പ്രകടിപ്പിച്ചില്ല. ഈ രീതിയിലും അനഹമ്മദികൾ നമ്മെ പരീക്ഷിക്കാൻ ശ്രമിക്കുന്നു. ജോർജിയയിൽ നിന്ന് വന്നവരിൽ മതപഠന വിദ്യാർത്ഥി നാനൂക്ക സാഹിബയും ഉണ്ടായിരുന്നു. ബൈഅത്തിന്റെ പരിപാടിയെക്കുറിച്ച് തന്റെ അനുഭവം പറയുന്നു. ബൈഅത്തിന്റെ പരിപാടി വികാരനിർഭരമായിരുന്നു. എനിക്ക് മത ഐക്യത്തിന്റെ ദൃശ്യം കാണാൻ സാധിച്ചു. ഏത് രീതിയിൽ വിവിധ വർഗത്തിലും വർണ്ണത്തിലുമുള്ള ആളുകൾ സമാധാനത്തോടുകൂടി വസിക്കാൻ സാധിക്കുക എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ മതപഠനം നടത്തുകയാണ്. ജലസയിൽ ആദ്യമായാണ് വന്നത്. ഈ ജലസ സമാധാനം നേടാനുള്ള ഉത്തമ മാർഗമാണെന്ന് ഞാൻ വിളിക്കുന്നു. മറ്റൊരു വനിത നാന പട്യാനി സാഹിബ പറയുന്നു, ഞാൻ മുസ്ലിമുമല്ല, ക്രിസ്ത്യാനിയുമല്ല. ജലസയിൽ വന്നതിന് ശേഷം ഞാൻ എന്നെ ഇസ്ലാമിലേക്ക് ആകൃഷ്ടയായി കാണുന്നു. ഞാൻ എന്റെ മതത്തെക്കുറിച്ച് ഒരു തീരുമാനമെടുക്കാൻ നിർബന്ധിതയായിരിക്കുകയാണ്. ജോർജിയയിലെ ഒരു യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥിയാണ് ജോർജിയോ സാഹിബ്. പറയുന്നു, ഈ വ്യക്തി ഒരു ഇമാമിന്റെ അനന്തരവനാണ്. അദ്ദേഹം പറയുന്നു, ഞാൻ പേരിന് മാത്രം മുസ്ലിമാണ്. എന്നാൽ ജലസയിൽ പങ്കെടുത്ത് ഇമാം അഹമ്മദിയ ജമാഅത്തിന്റെ സ്നേഹത്തെ മനസ്സിലാക്കി ഞാൻ ജമാഅത്തിനെ കുറിച്ച് കൂടുതൽ പഠിക്കുന്നതാണ്. കൊസോവയിൽ നിന്നും ഒരു സംഘം വന്നിരുന്നു. 45 ആളുകളിൽ 30 അഹമ്മദികളും 15 അനഹമ്മദികളുമായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു സുഹൃത്ത് മിസ്റ്റർ ഷെയ്ഖ് ദിക്ർജി സാഹിബ് 2ാം തവണയാണ് ജലസയിൽ പങ്കെടുക്കുന്നത്. പറയുന്നു, ജലസയിൽ പങ്കെടുക്കാം എന്നറിഞ്ഞപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി. എന്നാൽ യാത്രയുടെ ചെലവ് മുന്നിൽ കണ്ടപ്പോൾ ഞാൻ ആകുലനായി. അതെങ്ങനെ സംഘടിപ്പിക്കും എന്ന ചിന്തയായിരുന്നു. എന്നാൽ ഖലീഫയെ കാണാനും ജലസയിൽ പങ്കെടുക്കാനും അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ട് പറയുന്നു, ഞാൻ എന്റെ പശുവിനെ വിൽക്കുകയും ജലസയുടെ ചിലവ് വഹിക്കുകയും ചെയ്തു. ഈ രീതിയിലുള്ള ആളുകൾ അഹമ്മദി ആയതിനു ശേഷം ജലസയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിലെ മാതൃകകളാണ് അത് വീണ്ടും സ്ഥാപിക്കപ്പെടുകയാണ്. കൊസോവയിലെ സംഘത്തിൽ ഒരു സുഹൃത്ത് കാൻസർ അനാനി സാഹിബ് ഉണ്ടായിരുന്നു. അർബാനിയ ഭാഷയുടെയും ലിറ്ററേച്ചറിന്റെയും അധ്യാപകനാണ്.
പറയുന്നു, മിസ്റ്റർ കാൻഡർ അസ്ലാനി സാഹിബും ഉണ്ടായിരുന്നു. അൽബാൻ ഭാഷയുടെയും ലിറ്ററേച്ചറിന്റെയും അധ്യാപകനാണ്. ഈ വർഷം ബൈഅത്ത് ചെയ്യാനുള്ള തൗഫീഖ് ലഭിച്ചു. പറയുന്നു, എനിക്ക് കുറവുകൾ തിരഞ്ഞു കണ്ടുപിടിക്കാൻ ശ്രമിച്ചിട്ടും ഒരു കുറവും കാണാൻ സാധിച്ചില്ല. ജലസയുടെ സംവിധാനത്തിൽ പ്രസംഗങ്ങളുടെ നിലവാരവും ഉന്നതമായിരുന്നു. ഞാൻ വളരെ പ്രഭാവിതനായി. ബൈഅത്ത് ചെയ്യുക എന്നത് ഒരു ഉപഹാരമാണ്. അതിനെ വിലമതിക്കേണ്ടതുണ്ട്. കാരണം ഈ അവസ്ഥയിൽ ഒരു കൈയിൽ ഒത്തുചേരുക എന്നത് തന്നെ വിജയത്തിന്റെ മാർഗമാണ്. മാൾട്ടയിൽ നിന്നും ജലസയിൽ പങ്കെടുത്ത 3 സ്ത്രീകളുടെ ഹാളിൽ പോയി. പറയുന്നു, ഞങ്ങളെ വളരെയധികം അവർ ശ്രദ്ധിച്ചു. വർഷങ്ങളായി പരസ്പരം പരിചയമുള്ള ആളെപ്പോലെ ഒരു ഫാമിലിയുടെ അന്തരീക്ഷമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ആദ്യമായിട്ടായിരുന്നു ഞങ്ങൾ കണ്ടുമുട്ടുന്നത്. പിന്നീട് പറയുന്നു, സ്ത്രീകളുടെ ഹാളിൽ ആയാസമുണ്ടായിരുന്നു. ഞങ്ങൾക്ക് 2 അന്തരീക്ഷവും പരിശോധിക്കാനുള്ള അവസരം ലഭിച്ചു. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വ്യത്യസ്തമായി സംവിധാനമൊരുക്കുന്ന ഇസ്ലാമിക അധ്യാപനത്തിന്റെ ഹിക്മത്ത് മനസ്സിലാക്കാൻ സാധിച്ചു. ഞങ്ങൾക്ക് ഞങ്ങളുടെ അനുഭവത്തിൽ നിന്നും പറയാൻ സാധിക്കും, ഇസ്ലാമിന്റെ അധ്യാപനം ഹിക്മത്തും യുക്തിയും കൊള്ളുന്നതാണ്. സ്ത്രീകൾക്ക് തനിച്ചൊരു സംവിധാനം ഒരുക്കുന്നത് കൂടുതൽ സമാധാനം നൽകുന്നതാണ്. അതുപോലെ തന്നെ അവർക്ക് അവരുടെ സംവിധാനം ഒരുക്കാനുള്ള അവസരവും ലഭിക്കുന്നു. അന്യരും ഇക്കാര്യം അംഗീകരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വേറെ വേറെ സംവിധാനം ഒരുക്കുന്നത് നിർബന്ധമാണ്. നമ്മുടെ ചില യുവതികൾ ഈ ചിന്താഗതികൾ അവരിൽ ഉണ്ടാകുന്നുണ്ട്. ഒരുമിച്ച് എന്തുകൊണ്ടുണ്ടാകുന്നില്ല, സ്വാതന്ത്ര്യമില്ല എന്നിവ അവരും ചിന്തിച്ചിരിക്കേണ്ടതാണ്. മാൾട്ടയിൽ ജലസയിൽ പങ്കെടുത്ത ഒരു വനിത അടുത്തിടെയാണ് അവരുടെ വിവാഹം കഴിഞ്ഞത്. പറയുന്നു, താങ്കളുടെ സ്ത്രീകളോടുള്ള പ്രഭാഷണം എന്നെ ഏറെ സ്വാധീനിച്ചു. സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ഉത്തരവാദിത്തങ്ങൾ വിവരിച്ചു. വീടുകളിൽ പ്രശ്നമുണ്ടാകുന്നു. താങ്കളുടെ ഈ ഉപദേശങ്ങൾ പ്രയോജനപ്രദമാണ്. വിവാഹത്തിന് മുൻപുള്ള പരിശുദ്ധതയെക്കുറിച്ച് ഇസ്ലാം നൽകുന്ന അധ്യാപനം വളരെ യുക്തിപരമാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആത്മീയവും ശാരീരികവുമായ പരിശുദ്ധതയിലേക്ക് വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ നൽകി. ഇനി ജലസയിൽ പങ്കെടുക്കാൻ സാധിച്ചാൽ മുഴുവൻ സമയവും സ്ത്രീകളുടെ ഹാളിൽ ചെലവഴിക്കും. കാരണം അവിടെ ആത്മീയവും ദീനപരവുമായ ഒരു അന്തരീക്ഷമാണ് എനിക്ക് ലഭിച്ചത്. കർഗിസ്ഥാനിൽ നിന്നും വന്ന ഒരു അതിഥി പറയുന്നു, ജലസയിൽ പങ്കെടുത്ത് അസാധാരണമായ അനുഭവമാണ് ഉണ്ടായത്. അഹ്മദി ആകുന്നതിന് മുൻപ് എനിക്കൊരിക്കലും കരച്ചിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ കാദ്യാനിലും ജർമ്മനിയിലും കരച്ചിൽ വന്നു. ഹൃദയത്തിൽ ഒരു മൃദുലതയും മാറ്റവും വന്നതായി മനസ്സിലായി. ഓരോരുത്തരും ബൈഅത്ത് ചെയ്യുന്നതിലൂടെ എന്റെ വിശ്വാസത്തിൽ വർധനവുണ്ടാകുന്നു. ഞാൻ ആദ്യം മൗലവിയായിരുന്നു. ജമാഅത്തിന്റെ പുസ്തകങ്ങൾ വായിച്ചപ്പോൾ ഖുർആനിൽ ദജ്ജാലിനെ കുറിച്ചും മസീഹ് മൗദിനെ കുറിച്ചും പറഞ്ഞ കാര്യങ്ങളുടെ യാഥാർത്ഥ്യം മനസ്സിലായി. ബൈഅത്തിന്റെ സമയത്ത് എന്നിൽ ഒരു തണുത്ത വെള്ളം വീഴുന്നത് പോലുള്ള അനുഭവം ഉണ്ടായി. ഇപ്പോൾ ഞാൻ യഥാർത്ഥ അഹമ്മദിയായി തീർന്നിരിക്കുന്നു. താജിക്സ്ഥാനിൽ നിന്നുള്ള അതിഥി അബ്ദുസത്താർ സാഹിബ് പറയുന്നു, ഞാൻ അഹമ്മദികളെ കുറിച്ച് കേട്ടിരുന്നു. അവർ മുസ്ലിങ്ങളല്ല എന്ന്. അതുപോലെ മദ്യപാനം അനുവദനീയമാണെന്നും. ജലസയിൽ പങ്കെടുക്കുന്നതിന് മുൻപ് അഹമ്മദികളുടെ പള്ളി സുബ്ഹാൻ ഞാൻ കണ്ടു. അവിടെ നമസ്കരിക്കുകയും ചെയ്തപ്പോൾ മനസ്സിലായി ഇക്കൂട്ടർ മുസ്ലിങ്ങളാണെന്നും 5 ഇസ്ലാം കാര്യങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണ് എന്നും. ജലസയിൽ എടുത്തപ്പോൾ മനസ്സിലായി ഇവർ ഇമാം മഹദിയെ വിശ്വസിക്കുന്നുവെന്നും മദ്യപാനം ചെയ്യുന്നില്ല എന്നും ഖുർആന്റെ കൽപ്പനകൾ അനുസരിച്ച് പ്രവർത്തിക്കുന്നുവെന്നും മനസ്സിലായി. ഇവിടെ ജലസയിൽ പങ്കെടുത്തതിനു ശേഷം അഹമ്മദിയ ജമാഅത്തിനെ കുറിച്ച് കൂടുതൽ അറിവ് ലഭിച്ചു. അടിസ്ഥാനപരമായി നിങ്ങളെ മുസ്ലിങ്ങളാണെന്ന് മനസ്സിലാക്കുന്നു. മുസ്ലിങ്ങൾക്കുള്ള അതേ ഇസ്ലാമിക കാര്യങ്ങൾ തന്നെയാണ് നിങ്ങൾക്കുമുള്ളത്. ഹജ്ജിന് ശേഷം ഇവിടെയാണ് ഇത്രയും മുസ്ലിങ്ങളെ ഞാൻ ഒരുമിച്ച് കാണുന്നത്. ലിറ്റാനിയയിൽ നിന്നും 58 ആളുകൾ വന്നിരുന്നു. അതിൽ 4 അഹമ്മദികളും 12 അഹമ്മദികളും ഉണ്ടായിരുന്നു. പിത്രസിയാനു ലിയോനസ് സാഹിബ് പറയുന്നു, ജലസയിൽ വരുന്നതിന് മുൻപ് ഇസ്ലാമിനെ കുറിച്ചുള്ള എന്റെ വീക്ഷണം നല്ലതായിരുന്നില്ല. എന്നാൽ ജലസയിൽ പങ്കെടുത്തതിനു ശേഷം
ഇസ്ലാമിനെ കുറിച്ചുള്ള എന്റെ ധാരണ മാറിയിരിക്കുന്നു. എനിക്ക് ജലസയിൽ മുസ്ലിങ്ങൾ തങ്ങളുടെ വിശ്വാസത്തോടൊപ്പം മാന്യത പുലർത്തുന്നു എന്നും മനസ്സിലായി. മറിച്ച് ക്രിസ്ത്യാനികളെക്കാൾ മാന്യതയുള്ളവരാണ് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ലിഥ്യാനിയയിലെ ഒരു വനിത മോനിഫ സാഹിബ പറയുന്നു, ജലസയിൽ പങ്കെടുക്കുന്നതിന് മുൻപ് ഇസ്ലാമിനെ കുറിച്ച് പല സംശയങ്ങളും ഉണ്ടായിരുന്നു. കാരണം ചില മുസ്ലിങ്ങൾ കോപിക്കരും സഹനശീലമില്ലാത്തവരുമാണ്. എന്നാൽ ജലസയിൽ പങ്കെടുത്തതിന് ശേഷം അഹമ്മദി മുസ്ലിങ്ങൾ ഇതര മതസ്ഥരെ ബഹുമാനിക്കുന്നവരും മനുഷ്യകുലത്തോട് സ്നേഹവും ആദരവും കാണിക്കുന്നവരാണെന്ന് മനസ്സിലായി. ലിഥീനിയയിൽ നിന്നും ലോയർ കമ്പനിയുടെ നേതാവ് വന്നിരുന്നു. ഷാറൂൺ സാഹിബ് പറയുന്നു, ജൽസ സാലാനക്ക് ഒരുപാട് പ്രാധാന്യമുണ്ട്. കാരണം ഇതിൽ നിന്നും ഇസ്ലാമിന്റെ സമാധാന അധ്യാപനത്തെക്കുറിച്ച് മനസ്സിലാകുന്നു. ഇസ്ലാമിനെ കുറിച്ചുള്ള തെറ്റായ ധാരണകൾ ദൂരീകരിക്കപ്പെടുന്നു. സിറിയയിലെ ഒരു സുഹൃത്ത് ജനുവരി 2019 ബൈഅത്ത് ചെയ്തിരുന്നു. ബൈഅത്തിന്റെ സംഭവം വിവരിക്കുന്നു. 2008 ഇദ്ദേഹത്തിന്റെ പിതാവ് സിറിയയിൽ ബൈഅത്ത് ചെയ്തിരുന്നു. പിന്നീട് ഒരു സഹോദരനും ബൈഅത്ത് ചെയ്തു. ഞാൻ 3 തവണ ജലസയിൽ വന്നിരുന്നു. ആളുകൾ കരയുന്നത് കണ്ട് ഞാൻ ആശ്ചര്യപ്പെടുമായിരുന്നു. ഇക്കോട്ടർ എന്തിനാണ് കരയുന്നത് എന്ന് കണ്ട് ചിരിക്കുമായിരുന്നു. ഞാൻ എതിർത്തുകൊണ്ടേയിരുന്നു. ബൈഅത്ത് ചെയ്തില്ല. പിന്നീട് അള്ളാഹുവിനോട് ദുആ ചെയ്തു, ഈ ജമാഅത്ത് സത്യമാണെങ്കിൽ നീ സ്വയം സന്മാർഗം കാണിച്ചാലും. പിന്നീട് ഞാൻ സ്വപ്നത്തിൽ കണ്ടു, മുലാഖാത്തിന്റെ സമയമാണ്. ആളുകൾ ഇരിക്കുന്നു. ഞാൻ ആദ്യത്തെ സഫിലാണ് ഇരിക്കുന്നത്. എല്ലാ സുഹൃത്തുക്കളും നിശബ്ദരാണ്. പറയുന്നു, താങ്കൾ വന്നതോടുകൂടി ഞാൻ നിയന്ത്രണമില്ലാതെ കരയാൻ തുടങ്ങി. ഞാൻ എന്റെ അടുത്ത് വിരിക്കുകയും ഇരിക്കാൻ പറയുകയും ചെയ്തു. ആ സമയം ആ വ്യക്തി ഉണരുകയും ഹൃദയത്തിന് ആശ്വാസം ലഭിക്കുകയും തുടർന്ന് ബൈഅത്ത് ചെയ്യുകയും ചെയ്തു. ഈ സംഭവം സ്വയം എന്നെ കേൾപ്പിച്ചിട്ടുമുണ്ട്. മുലാഖാത്തിന്റെ സമയത്തും വികാരഭരിതനായിരുന്നു. അദ്ദേഹത്തെ കാണുമ്പോഴെല്ലാം ആവേശഭരിതനായ നിലയിൽ കാണപ്പെടുമായിരുന്നു. ബെൽജിയത്തിൽ നിന്നും വന്ന ഒരു യുവാവ് ബാമൻ സാഹിബ് പറയുന്നു, ഞാൻ ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് ബൈഅത്ത് ചെയ്തത്. ആദ്യമായാണ് ജലസയിൽ പങ്കെടുക്കുന്നത്. ജലസയിൽ പങ്കെടുത്ത് ആശ്ചര്യമുണ്ടായി. എത്ര മനോഹരമായ സാഹോദര്യത്തിന്റെ അന്തരീക്ഷമാണ്. മുൻപ് ഞാൻ കേട്ട കാര്യങ്ങളുടെ ശരിയായ രൂപം ഈ ജലസയിൽ കാണാൻ സാധിച്ചു. ആത്മീയ സദസ്സിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ ഞാൻ ഭാഗ്യവാനാണ്. സെനഗലിൽ നിന്നും വന്ന ഒരു അതിഥി പറയുന്നു, മുലാഖാത്തിനെ കുറിച്ച് പറഞ്ഞു, അതിൽ സന്തോഷിച്ചു. മുലാഖാത്തിന് ശേഷമുള്ള സ്നേഹത്തിന്റെയും തൗഹീദിന്റെയും പ്രസംഗം എന്നെ ഏറെ സ്വാധീനിച്ചു. ഞാൻ ജലസയിൽ പങ്കെടുത്തിട്ടില്ല എങ്കിൽ, താങ്കളുമായി കണ്ടുമുട്ടിയില്ല എങ്കിൽ എന്റെ ജീവിതത്തിൽ വലിയ ഒരു കുറവുണ്ടാകുമായിരുന്നു. എന്റെ ജീവിതത്തിന്റെ മിഷൻ പൂർത്തിയായി എന്ന് ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അദ്ദേഹം ഒരു തോണി കൊണ്ടുവന്നിരുന്നു. മടിയിൽ വെച്ച് ഇരിക്കുകയായിരുന്നു. ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു, അങ്ങേക്ക് ഉപഹാരമായി കൊണ്ടുവന്നതാണ്. പറഞ്ഞു, ഈ തോണി സമാധാനത്തിന്റെ തോണിയാണ്. എല്ലാവരോടും സ്നേഹം, ആരോടുമില്ല വെറുപ്പ് എന്നതിന്റെ തോണിയാണ്. ഇതിൽ യാത്ര ചെയ്യുന്നവർ മാത്രമാകും സമാധാനം കരസ്ഥമാക്കുന്നവർ. ഇത് അഹമ്മദ്യത്തിന്റെ തോണിയാണ്. ഈ തോണി ഉപഹാരമായി നൽകുന്നതിന്റെ മറ്റൊരർത്ഥം ഞങ്ങളുടെ രാജ്യത്തിന്റെ നിത്യ ജീവിതം ഇതുമായി ബന്ധപ്പെട്ടതാണ്. അവർ മത്സ്യബന്ധനം നടത്തുന്നവരായിരുന്നു. ആയതിനാൽ ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുക. അദ്ദേഹത്തിന്റെ കൂടെ മറ്റൊരു അതിഥിയും ഉണ്ടായിരുന്നു. അവിടെ ആരോഗ്യ വകുപ്പിന്റെ ഡയറക്ടറാണ്. ആശുപത്രിയുടെ കാര്യത്തിൽ നന്ദി പ്രകടിപ്പിച്ചു. പറഞ്ഞു, ഇവിടെ വന്ന് ഇസ്ലാമിനെ കുറിച്ച് പലതും ഞാൻ കണ്ടു. പറയുന്നു, ഞാൻ ലോകത്തുള്ള പല മതപരമായ രാഷ്ട്രീയപരമായ പരിപാടികൾ കണ്ടിട്ടുണ്ട്. അമേരിക്കയിലും യൂറോപ്പിലും പോയിട്ടുണ്ട്. എന്നാൽ ഇന്നുവരെ ഈ രീതിയിലുള്ള യഥാർത്ഥ ഇസ്ലാമിനെ കാണാൻ എനിക്ക് സാധിച്ചിട്ടില്ല. ഇവിടെ ആളുകളിൽ കണ്ട അനുസരണ മറ്റെവിടെയും കണ്ടിട്ടില്ല. ഖിലാഫത്തിനോടുള്ള സ്നേഹവും. ലോകത്തുള്ള ഒരു രാഷ്ട്രീയ മതനേതാവിനോടും അനുയായികൾ ഖലീഫയോട് കാണിക്കുന്ന രീതിയിലുള്ള സ്നേഹപ്രകടനം നടത്തുന്നില്ല. അങ്ങനെ എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല. ഈ സത്യതയെ ഞാൻ അംഗീകരിക്കുന്നു. ഇദ്ദേഹം ഡോക്ടർ മൗജാഉ സാഹിബാണ്. ഇദ്ദേഹം തന്നെയാണ് പറയുന്നു, ഞങ്ങൾ കണ്ട ഈ കാര്യം ഞങ്ങൾ അംഗീകരിക്കുന്നു. ആർക്കും തന്നെ എതിർക്കാൻ പറ്റാത്ത ഒരു സത്യമാണിത്. ഞങ്ങളും ഞങ്ങളുടെ ഹൃദയവും അങ്ങേക്കൊപ്പമാണുള്ളത്. ഞങ്ങൾ കേട്ട, ഞങ്ങൾ അനുഭവിച്ച കാര്യങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നതാണ്. ബോസ്നിയയിൽ നിന്നും 74 ആളുകൾ പങ്കെടുത്തു.
ഒരു പ്രാദേശിക NGO പ്രസിഡന്റ് യാസ്മിൻ സ്പാച്ചിത് സാഹിബ് പറയുന്നു, താങ്കൾക്ക് ഇസ്ലാമിനോടും ഇസ്ലാമിന്റെ സ്ഥാപകരോടും ഉള്ള ഇഷ്ക് താങ്കളുടെ വാക്കുകളിൽ നിന്നും പ്രകടമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ജീവിതവുമായി ബന്ധത്തെക്കൊണ്ട് നടത്തിയ ഉപദേശം ഹൃദയസ്പർശിയായിരുന്നു. പ്രവാചകനും ഇത് തന്നെയായിരുന്നു ചെയ്തിരുന്നത്. അടുത്ത ജലസ ഇതിനേക്കാൾ മികച്ചതാകാനും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ സമുദായത്തിന്റെ ഐക്യത്തിനും കാരണമാകട്ടെ എന്നും ഞാൻ ദുആ ചെയ്യുന്നു. യമീന ചാഷുഷ് സാഹിബ പറയുന്നു, ജലസയുടെ ആത്മീയ സ്വാധീനം കാരണം ഹൃദയടഞ്ഞ മനുഷ്യനിലും ജീവന്റെ ആത്മാവ് പ്രവേശിക്കുന്നു. പിന്നീട് അൽമാഖ് കരീമഷ് സാഹിബ പറയുന്നു, ഞാൻ ഈ അവസരം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഈ ജലസയിൽ പങ്കെടുക്കാൻ എനിക്ക് സാധിച്ചതിൽ ജമാഅത്തെ അഹമ്മദിയാക്ക് നന്ദി പറയുകയാണ്. ആതിഥ്യ മര്യാദയും ജലസയുടെ സംവിധാനവും എന്നെ ഏറെ ആകർഷിച്ചു. പ്രസന്നവതരായ ആളുകൾക്കൊപ്പം ഈ വീക്കെൻഡ് കഴിച്ചുകൂട്ടാൻ എനിക്ക് സാധിച്ചു. ബൈഅത്ത് പരിപാടിയിൽ 16 രാജ്യങ്ങളിൽ നിന്നും 37 ആളുകൾ ബൈഅത്ത് ചെയ്യാനുള്ള തൗഫീഖ് ലഭിച്ചു. അതിൽ അൽബാനിയ, സെർബിയ, ഹോളണ്ട്, ജർമ്മനി, ചെസ്നിയ, റൊമാനിയ, കൊസോവോ, ബെൽജിയം, സിറിയ, തുർക്കി, ഉസ്ബെക്കിസ്ഥാൻ, ലബനാൻ, സെനഗൽ, ഗാന, കാംബിയ, ഗനിഖനകരി തുടങ്ങിയ രാജ്യങ്ങളുണ്ടായിരുന്നു. ഒരു സുഹൃത്ത് മിസ്റ്റർ ലബനോ കൊസോവയിലെ ഒരു ഹൈസ്കൂൾ പ്രിൻസിപ്പലാണ് പറയുന്നു, ജൽസ സാലാന എന്നിൽ പ്രത്യേകമായ ഒരു ആവേശം ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ചും അങ്ങ് ഇരിക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ മുഴുവൻ ജനക്കൂട്ടവും ഇരുന്നു. ഇത് ലോകത്ത് എവിടെയും കാണാൻ സാധിക്കില്ല. പറയുന്നു, ജലസയിൽ പങ്കെടുത്തതിന് ശേഷം ഞാൻ പറയുകയാണ്, ജലസ 3 ദിവസമല്ല മറിച്ച് 30 ദിവസമാണ് വേണ്ടത്. പറയുന്നു, ബൈഅത്ത് ചെയ്യാൻ എനിക്ക് ഉദ്ദേശമുണ്ടായിരുന്നില്ല. എന്നാൽ ആ സമയത്തെ സ്വാദം കാരണം എന്റെ കൈകൾ ഉയരുകയും വാക്കുകൾ ഉരുവിടാൻ തുടങ്ങുകയും ചെയ്തു. പിന്നെ ഞാൻ ബൈഅത്ത് ചെയ്തു. ഇത് ബാഹ്യരൂപത്തിലുള്ള ബൈഅത്തായിരുന്നില്ല, യഥാർത്ഥ നിലയിലുള്ള ബൈഅത്തായിരുന്നു. ആസർബൈജാനിൽ നിന്നും അഗാസിഫ് സാഹിബ് പറയുന്നു, ആത്മീയതയുടെ ഇത്രയും ഉന്നതമായ ഒരവസ്ഥയെ കാണാൻ സാധിക്കും എന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. മൗലവി മഹ്മൂദ് സാഹിബ് ജമാഅത്തിന്റെ വിശ്വാസങ്ങളെക്കുറിച്ച് എന്നോട് പറയാൻ തുടങ്ങി. എനിക്കിതെല്ലാം കളവാണെന്ന് തോന്നി. അതിനെ ഞാൻ എതിർത്തു. എന്നാൽ സത്യം എന്നെ അതിലേക്ക് വലിച്ചെടുക്കും എന്ന് എനിക്കറിയില്ലായിരുന്നു. തീർച്ചയായും ജമാഅത്തിന്റെ സത്യതയും അതിന്റെ തെളിവുകളും പരിപൂർണമാണ്. വീഡിയോകളിൽ കാണുന്ന ദൃശ്യം ഇവിടെയിട്ട് കാണാൻ സാധിച്ചു. ജലസയിൽ പല ആളുകളെയും കാണാൻ സാധിച്ചു. ഓരോരുത്തരെയും കണ്ടുമുട്ടിയ ശേഷം ഉണ്ടാകുന്ന സന്തോഷം ഇതൊരു ജമാഅത്താണ് എന്നുള്ളതിന് തെളിവായിരുന്നു. അള്ളാഹു എനിക്ക് അങ്ങയുടെ കയ്യിൽ ബൈഅത്ത് ചെയ്യാനുള്ള തൗഫീഖ് നൽകി. ആദ്യം ഈ കാര്യം എന്നെ അറിയിച്ചപ്പോൾ എനിക്ക് വിശ്വാസം വന്നില്ല. ഞാൻ 4-5 തവണ വീണ്ടും ചോദിച്ചു, ഞാൻ കാലത്തിന്റെ ഖലീഫയുടെ കയ്യിൽ കൈവച്ചുകൊണ്ട് ബൈഅത്ത് ചെയ്യുമോ? പറയുന്നു, എന്റെ കണ്ണുകളിൽ കണ്ണുനീർ വന്നു. ഞാൻ ഇതിനർഹനല്ല എന്ന ചിന്തയും എന്നെ അലട്ടി. പിന്നെ ഞാൻ സ്വലാത്തും ഇസ്തിഗ്ഫാറും ചെയ്യാൻ തുടങ്ങി. ബൈഅത്തിന്റെ സമയം വരുന്നത് വരെ എനിക്ക് ഭക്ഷണം കഴിക്കാനോ മറ്റൊന്നും തന്നെ ചെയ്യാനോ സാധിച്ചില്ല. അൽഹംദുലില്ലാഹ്, ബൈഅത്തിന്റെ സമയവും വന്നെത്തി. അള്ളാഹു എനിക്ക് ആത്മീയമായ അവസരം നൽകി. ബൈഅത്തിന് ശേഷം ഞാൻ സുജൂദിൽ വീണു. ഈ നിസാരനായവന്, ഈ പാപിയായവന് താങ്കളുടെ കയ്യിൽ ബൈഅത്ത് ചെയ്യാൻ തൗഫീഖ് നൽകിയ അസ്തിത്വത്തിന് നന്ദി പ്രകടിപ്പിച്ചു. ജലസയ്ക്ക് ശേഷം എനിക്ക് മുലാഖാത്തിനൊരു അവസരം ലഭിക്കും എന്ന് മനസ്സിലായി. ഞാൻ മുഴുവൻ ദിവസവും പല ചോദ്യങ്ങളും ആലോചിച്ചുകൊണ്ടിരുന്നു. എന്നാൽ മുലാഖാത്തിന്റെ സമയം വന്നെത്തിയപ്പോൾ ഞാൻ അതെല്ലാം മറന്നുപോയി. ഏറ്റവും ചിന്തിപ്പിക്കുന്ന ചോദ്യം ഓർമ്മയിൽ വന്നു. ജലസയ്ക്ക് ശേഷം നാട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ ഈ ആത്മീയ അവസ്ഥ നിലനിൽക്കുമോ? താങ്കൾ അതിന് നൽകിയ മറുപടി, ഇത് നിലനിർത്തുന്നതിന് വേണ്ടി സൂറ ഫാത്തിഹ, ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, അതുപോലെ ഇസ്തിഗ്ഫാറും ചൊല്ലിരിക്കുക എന്നുള്ളതാണ്. പറയുന്നു, ഞാൻ
അടുത്ത ജലസ വരെ ഈ ഉപദേശമനുസരിച്ച് പ്രവർത്തിക്കുമെന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്തുകൊണ്ടാണ് പോകുന്നത്. അടുത്ത ജലസയിൽ വന്നുകൊണ്ട് ഈ ഉപദേശമനുസരിച്ച് പ്രവർത്തിച്ചു എന്ന് ഞാൻ പറയുന്നതാണ്. ഇവരുടെ ആത്മാർത്ഥത വർദ്ധിപ്പിക്കുമാറാകട്ടെ. കൊസോവയുടെ സംഘത്തിൽ ഒരു സുഹൃത്ത് ആദ്യമായിട്ടായിരുന്നു ജലസയിൽ പങ്കെടുത്തത്. പറയുന്നു, എന്റെ ആവശ്യത്തെ വാക്കുകളിൽ പ്രകടിപ്പിക്കാൻ ഞാൻ അശക്തനാണ്. എന്റെ ജീവിതത്തിലെ ഒരു ആഗ്രഹമായിരുന്നു ലോകത്തെക്കുറിച്ച് വ്യാകുലപ്പെടുന്ന ഒരു അസ്തിത്വവുമായി കണ്ടുമുട്ടാൻ, അദ്ദേഹം മുഖേന എന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുക എന്നുള്ളതും. ഈ ജലസയിൽ എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചത് അള്ളാഹുവിന്റെ പ്രവർത്തനം മൂലമാണ്. ബൈഅത്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ദൈവത്തിന്റെ സമീപസ്ഥനായിരിക്കുന്നുവെന്ന് എനിക്ക് തോന്നി. അൽബാനിയെ അപ്ലോം സാഹിബ് പറയുന്നു, ഞാൻ താങ്കളുടെ കയ്യിൽ ബൈഅത്ത് ചെയ്ത് ജമാത്തിൽ പ്രവേശിച്ചു. ജമാത്തിൽ പ്രവേശിക്കാൻ തൗഫീഖ് നൽകിയ അള്ളാഹുവിനെ ഞാൻ സ്തുതിക്കുന്നു. അദ്ദേഹം പറയുന്നു, ഒരു വർഷം മുൻപ് ഞാൻ വിശ്വാസമില്ലാത്തവനായിരുന്നു. ഈ വർഷം അള്ളാഹു എനിക്ക് വിശ്വാസത്തിന്റെ സമ്പത്ത് നൽകിയിരിക്കുന്നു. എന്റെ ജനനവും വളർച്ചയും മതമില്ലാത്ത ഒരു സാഹചര്യത്തിലാണ് നടന്നത്. അള്ളാഹു എനിക്ക് ജലസയിൽ പങ്കെടുക്കാനുള്ള തൗഫീഖ് മുഖേനയും താങ്കളുമായിട്ടുള്ള മുലാഖാത്ത് മുഖേനയും എന്നെ വിശ്വാസത്തിൽ അലങ്കരിച്ചിരിക്കുന്നു. ഡോക്ടർ മെഹമ്മൂദ് മുഹമ്മദ് സാഹിബ് പറയുന്നു, 2 വർഷം മുൻപ് ആദ്യമായി ജലസയിൽ പങ്കെടുത്തപ്പോൾ എനിക്ക് ആശ്ചര്യമുണ്ടായി. മഹദികൾ പറയുന്നു മഹദിയും മസീഹും വന്നു എന്ന്. എന്നാൽ നമുക്ക് അതിനെക്കുറിച്ച് യാതൊരു അറിവുമില്ല. എന്റെ ചിന്തയിൽ പല ചോദ്യങ്ങളും വന്നു. ഞങ്ങൾ വായിച്ചതും പഠിച്ചതും മഹദി അറേബ്യൻ ആയിരിക്കുമെന്നും അദ്ദേഹത്തിന്റെ പേര് മുഹമ്മദ് ബിൻ അബ്ദുള്ള ആയിരിക്കുമെന്നുമാണ്. ഈ ജമാഅത്ത് മതപരമായിട്ടുള്ളതാണോ രാഷ്ട്രീയമായിട്ടുള്ളതാണോ? ഈ രീതിയിലുള്ള പല ചോദ്യങ്ങളും എന്നെ പിടിച്ചുകെട്ടി. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കുന്നതിന് വേണ്ടി ഞാൻ അടുത്ത വർഷം വീണ്ടും ജലസയിൽ വന്നു. അഹമ്മദി സഹോദരങ്ങളുമായി വ്യത്യസ്ത വിഷയങ്ങളിൽ സംഭാഷണം നടത്തി. ജലസയ്ക്ക് ശേഷം അഹമ്മദികളുമായി ബന്ധപ്പെട്ടു. പതുക്കെ പതുക്കെ എല്ലാ കാര്യങ്ങൾക്കുമുള്ള മറുപടി ലഭിച്ചു. അഹമ്മദി തന്നെയാണ് ഒരു യഥാർത്ഥ മുസ്ലിമിന്റെ എല്ലാ ഗുണങ്ങളും ഉൾക്കൊള്ളുന്നവർ എന്ന് എനിക്ക് മനസ്സിലായി. പിന്നീട് ജമാഅത്തിന്റെ സ്നേഹത്തിൽ പ്രഭാവിതനായി ബൈഅത്ത് ചെയ്യാൻ തീരുമാനിച്ചു. ജമാഅത്തിൽ കാണപ്പെടുന്ന ഈ സ്നേഹത്തിന്റെ വിത്ത് അവരുടെ ഹൃദയങ്ങളിൽ പാകിയിരുന്നില്ല എങ്കിൽ ഈ സ്നേഹം ഒരിക്കലും ഉണ്ടാകുമായിരുന്നില്ല. പറയുന്നു, അള്ളാഹുവിന്റെ അനുഗ്രഹമാണ് എനിക്ക് കാലത്തിന്റെ ഖലീഫയുടെ കയ്യിൽ ബൈഅത്ത് ചെയ്യാനുള്ള തൗഫീഖ് ലഭിച്ചു. ബൈഅത്തിന്റെ വാക്കുകൾ ഉരുവിടുമ്പോൾ ഉണ്ടായ അനുഭൂതി വാക്കുകളിൽ വിവരിക്കാൻ സാധിക്കില്ല. കാലത്തിന്റെ ഖലീഫയുടെ കയ്യിൽ ബൈഅത്ത് ചെയ്യാൻ സാധിച്ചവർ സൗഭാഗ്യവാന്മാരാണ്. ബൈഅത്ത് 5 മണിക്കൂർ വരെ നീണ്ടു നിൽക്കുകയാണെങ്കിലും അത് ബോറടിപ്പിക്കുകയോ അലോസരപ്പെടുത്തുകയോ ചെയ്യുമായിരുന്നില്ല. കൊസോവയിലെ സംഘത്തിലെ ഒരു വ്യക്തി ആദ്യമായിട്ടാണ് ജലസയിൽ പങ്കെടുക്കുന്നത്. 5 അംഗങ്ങൾ അടങ്ങുന്ന ഒരു കുടുംബത്തിന് ബൈഅത്ത് ചെയ്യാനുള്ള തൗഫീഖ് ലഭിച്ചു. ബൈഅത്തിനെ കുറിച്ച് അത് എങ്ങനെയാണ് നടക്കുക എന്നതിനെക്കുറിച്ച് എനിക്ക് ഭയമുണ്ടായിരുന്നു. പേടി കാരണം ശരീരം വിറയ്ക്കാൻ തുടങ്ങി. ബൈഅത്തിന് ശേഷം എല്ലാം നല്ല രീതിയിൽ എന്ന് ആശ്വാസമായി. ലബ്നാനിൽ നിന്നുള്ള കമാൽ ലവാൻ സാഹിബ് പറയുന്നു, എനിക്കൊരു റെസ്റ്റോറന്റ് ഉണ്ടായിരുന്നു. അവിടെ മുഹമ്മദ് ഷാദ് എന്ന ഒരു അഹമ്മദി സുഹൃത്ത് വരാറുണ്ടായിരുന്നു. ഒരു ദിവസം എന്നോട് പറഞ്ഞു, ഞാൻ താങ്കളോട് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഇമാം മഹദി ആഗതനാകുകയും വഫാത്താവുകയും ചെയ്തിരിക്കുന്നു. അദ്ദേഹം പോയതിനു ശേഷം ഞാൻ ചിന്തിച്ചു, ഈ വ്യക്തി ആരാണ്? വീണ്ടും വന്നു പറഞ്ഞു, ഇമാം മഹദി ആഗതനായിരിക്കുന്നു. പിന്നീട് ഒരു ദിവസം ദജ്ജാലിനെ കുറിച്ചും ഈസയുടെ മരണത്തെക്കുറിച്ചും വിശദീകരിച്ചു. എനിക്ക് ഇത് വിചിത്രമായ ഒരു അറിവായിരുന്നു. ഈ ജമാഅത്തിനെ കുറിച്ച് കൂടുതൽ പഠിക്കണമെന്ന് എനിക്ക് തോന്നി. പിന്നീട് ജലസയിൽ വരുന്നതിനു വേണ്ടി എന്നെ ക്ഷണിച്ചു. അത് ഞാൻ സ്വീകരിച്ചു. ജലസയിൽ ആദ്യമായി ജമാഅത്തിന്റെ സത്യത എന്നിൽ പ്രകടമായത് അവിടെയുള്ള ആളുകളുടെ അംഗസംഖ്യയും മനോഹരമായ സംവിധാനവും മുഖേനയാണ്. ജലസയുടെ സമയത്ത് ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു, ഇത് മുസ്ലിങ്ങളുടെ ഖലീഫയാണ്. പിന്നീട് അഹമ്മദികളോട് ഞാൻ പല ചോദ്യങ്ങളും ചോദിച്ചു. അതിന് സ്നേഹത്തോടുകൂടി അവർ മറുപടി നൽകി. എന്റെ ഹൃദയം അഹമ്മദ്യത്തിന്റെ സത്യസാക്ഷ്യത്താൽ തൃപ്തി കരസ്ഥമാക്കി. ഞാൻ ചിന്തിച്ചു, അടുത്ത വർഷം വരെ ജീവിച്ചിരിക്കുമോ ഇല്ലയോ എന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ തന്നെ ബൈഅത്ത് ചെയ്യേണ്ടതാണ്. ഞാൻ ബൈഅത്ത് ചെയ്തു. ഈ രീതിയിൽ എന്റെ 2 സ്വപ്നങ്ങളും ജമാഅത്തിന്റെ സത്യതയ്ക്കുള്ള തെളിവുകളായി. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ എന്റെ ഒരു മകനും ബൈഅത്ത് ചെയ്തു. എന്റെ മറ്റുള്ള മക്കളും അഹമ്മദികളാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഹവ മുബാഷിറും ജുമാ ഖുതുബയും ശ്രദ്ധയോടുകൂടി കാണുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് 10 ബൈഅത്തിന്റെ നിബന്ധനകൾ മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ നിബന്ധനകൾ മാത്രമല്ല, മറിച്ച് ദൈവത്തിന്റെ ലായ അമലാണ്.
ബൈഅത്തിന് മുൻപ് ഞാൻ ദുആ ചെയ്യാറുണ്ടായിരുന്നു, അള്ളാഹുവെ എനിക്ക് ഇമാം മഹദിയെ കാണാനുള്ള തൗഫീക്ക് നൽകിയാൽ. ജമാഅത്തിന് മുൻപുണ്ടായിരുന്ന എന്റെ ജീവിതത്തെക്കുറിച്ച് ഞാൻ ലജ്ജിക്കുന്നു. ഞാൻ എല്ലാ അഹമ്മദികളെയും വളരെയധികം ബഹുമാനിക്കുന്നു. കാരണം ഇക്കൂട്ടർ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ദീനിന്റെ സേവകരാണ്. ഇപ്പോൾ എനിക്ക് അത്രയധികം ഭാര്യ മക്കളെക്കുറിച്ചും ജോലിയെക്കുറിച്ചുമുള്ള ചിന്ത ഉണ്ടാകാറില്ല. മറിച്ച് ജമാഅത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയും ജമാഅത്തിന്റെ സേവനത്തിന് വേണ്ടിയും പണമുണ്ടാക്കണം എന്നുള്ള ചിന്തയാണ്. അള്ളാഹു എന്റെ ആഗ്രഹം പൂർത്തീകരിക്കട്ടെ. ഫുവാദ് സാഹിബ് പറയുന്നു, ജമാഅത്തിനെ കുറിച്ച് അറിയുന്നതിന് മുൻപ് അള്ളാഹുവിന്റെ മഹത്വത്തെക്കുറിച്ച് ചിന്തിക്കുമായിരുന്നു. ദിനം പ്രതി അധംപതിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിങ്ങളുടെ അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുമായിരുന്നു. ഇത് ഇനി എപ്പോഴാണ് ശരിയാവുക? പിന്നീട് ഞാൻ ജർമ്മനിയിൽ വന്നപ്പോൾ യൂറോപ്പിലെ അറബ് സുഹൃത്തുക്കളെ കണ്ട് ചിന്തിക്കുമായിരുന്നു, ഇവർ മുഖേന യൂറോപ്പിൽ ഇസ്ലാം വ്യാപിക്കുക. ഹദീസിൽ വരുന്നുണ്ട്, അവസാന കാലഘട്ടത്തിൽ യൂറോപ്പിൽ ഇസ്ലാം വ്യാപിക്കുമെന്ന്. ആ സമയം ഒരു അഹമ്മദി സഹോദരൻ മാഹിറുൽ മാനി സാഹിബുമായി എന്റെ മുലാഖാത്ത് നടന്നു. അവൻ എനിക്ക് ജമാഅത്തിനെ കുറിച്ച് പറഞ്ഞു. തുടക്കത്തിൽ ഞാൻ അതിനെ എതിർത്തു. എന്നാൽ ജമാഅത്ത് ഗ്രന്ഥങ്ങൾ വായിച്ചതിന് ശേഷം ഞാൻ ജലസയിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചു. ഞാൻ ജലസ കണ്ട് ചിന്തിച്ചു, ഇത്രയധികം ആളുകൾ എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ കയ്യിൽ ഒരുമിച്ച് കൂടിയത്? പരസ്പരം സ്നേഹബന്ധവും ഉണ്ടായിട്ടുണ്ട്. ഞാൻ തഹജ്ജുദ് അല്ലാഹുവിനോട് ദുആ ചെയ്തു, അല്ലാഹുവെ ഈ ജമാഅത്ത് സത്യമാണെങ്കിൽ ഈ ജലസയിൽ തന്നെ ബൈഅത്ത് ചെയ്യാനുള്ള തൗഫീക്ക് നൽകിയാലും. ഇത് 2018 കാര്യമാണ്. ആ ജലസയിൽ എനിക്ക് തൃപ്തി വരികയും ഞാൻ ബൈഅത്ത് ചെയ്യുകയും ചെയ്തു. എന്നാൽ എന്റെ ഭാര്യ ബൈഅത്ത് ചെയ്തില്ല. ഞാൻ പറഞ്ഞു, പുസ്തകങ്ങൾ വായിക്കുക, അള്ളാഹുവിനോട് ഇസ്തിഖാറ ചെയ്യുക. 3 മാസത്തിന് ശേഷം എന്റെ ഭാര്യ ഇസ്തിഖാറ ചെയ്തു. അവർ സ്വപ്നത്തിൽ ഒരു കൂട്ടം ആളുകളെ കണ്ടു. ഒരു വെള്ള പ്രാവ് അവരുടെ ഇടയിലുണ്ട്. എന്റെ ഭാര്യ ചോദിച്ചു, ഈ പ്രാവ് എന്താണ്? വ്യക്തി മറുപടി നൽകി, ഈ പ്രാവ് ഇസ്ലാമിന്റെ സന്ദേശം എത്തിക്കുന്നതിന് വേണ്ടി ഖുദുസ് സ്ഥലത്ത് വന്നതാണ്. ഈ സ്വപ്നം എന്റെ ഭാര്യയുടെ ഹൃദയത്തെ തുറന്നു. ഈ ജലസയിൽ പങ്കെടുക്കുകയും ബൈഅത്ത് ചെയ്യുകയും ചെയ്തു. അള്ളാഹു എന്റെ മുഴുവൻ കുടുംബത്തിനും മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കയ്യിൽ ബൈഅത്ത് ചെയ്യാനുള്ള തൗഫീക്ക് നൽകിയതിൽ ഞാൻ സന്തോഷവാനാണ്. ഇനി ഞാൻ എന്റെ മറ്റു ബന്ധുക്കൾക്കും തബ്ലീഗ് ചെയ്യുന്നതാണ്. ആസ്ട്രിയയിൽ നിന്നുള്ള അതിഥി സാമിർ സാഹിബ പറയുന്നു, ഞാൻ ജൽസസാലാന ജർമ്മനിയുടെ അവസരത്തിൽ ജൂലൈ 7 ബൈഅത്ത് ചെയ്തു. ഞാൻ ദുആക്ക് അപേക്ഷിക്കുകയാണ്, എന്റെ ബൈഅത്ത് അനുഗ്രഹപൂർണമാകട്ടെ. എന്റെ ഒരു തെറ്റും ബൈഅത്തിന്റെ പ്രതിജ്ഞയെ ലംഘിക്കുന്നതാകാതിരിക്കട്ടെ. മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്ലാം മത തത്വജ്ഞാനത്തിൽ പറഞ്ഞ ആ പരിവർത്തനം എന്നിൽ ഉണ്ടാക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. പറയുന്നു, 2011 മുതൽ ഫാമിലി ഉൾപ്പെടെ അഹമ്മദികളാണ്. 2 മാസം അഹമ്മദിയായിരുന്നു. എന്നാൽ ബൈഅത്ത് ഫോം പൂരിപ്പിച്ചിരുന്നില്ല. സ്വയം അഹമ്മദി ആയി മനസ്സിലാക്കിയിരുന്നു. എനിക്ക് 18 വയസ്സ് പൂർത്തിയാകും. ചെറുപ്പം മുതലുള്ള എന്റെ ആഗ്രഹമായിരുന്നു സ്വയം ബൈഅത്ത് ചെയ്യുക എന്നുള്ളത്. ഞാൻ 2011 തന്നെ ബൈഅത്ത് ഫോറം സൂക്ഷിച്ചു വെച്ചിരുന്നു, സ്വയം അങ്ങയുടെ കയ്യിൽ ബൈഅത്ത് ചെയ്യുന്നതിന് വേണ്ടി. ഈ വർഷം ആ ആഗ്രഹം പൂർത്തിയായി. ഫോം ഫിൽ ചെയ്തതിന് മുൻപായി തന്നെ അതിഥികളെ തബ്ലീഗ് ചെയ്യുമായിരുന്നു. അള്ളാഹു യുവാക്കളുടെ ഹൃദയവും തുറന്നുകൊണ്ടിരിക്കുന്നു. ഒരു കുർദു പെൺകുട്ടി പറയുന്നു, എന്റെ ഉമ്മ അഹമ്മദിയത്ത് സ്വീകരിച്ചിരുന്നു. എന്നാൽ ആ സമയം ഞാൻ തയ്യാറായിരുന്നില്ല. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി എന്റെ ഹൃദയം തുറന്നു. കാരണം ഞാൻ അഹമ്മദികളുടെ പരസ്പരമുള്ള സ്നേഹം കണ്ടിട്ടുണ്ട്. ഇന്ന് താങ്കളുടെ പ്രഭാഷണം കേട്ടതിന് ശേഷം എന്റെ എല്ലാ സംശയങ്ങളും മാറിയിരിക്കുന്നു. കഴിഞ്ഞ വർഷവും ഞാൻ വന്നിരുന്നു. എന്നാൽ ഇന്നുള്ള അവസ്ഥ അന്നുണ്ടായിരുന്നില്ല. എന്റെ ഉമ്മ വളരെയധികം സന്തോഷിക്കും. എനിക്ക് അഹമ്മദിയാകണം എന്ന തോന്നൽ വളരെ ശക്തമായ രീതിയിലായിരിക്കുന്നു. ജോർജിയയിൽ നിന്നും ഒരു വക്കീൽ വന്നിരുന്നു. യൂണിവേഴ്സിറ്റി ലെക്ചററാണ്. പറയുന്നു, ബൈഅത്തിന്റെ പരിപാടി കണ്ട് വളരെ ആകൃഷ്ടനായിരിക്കുന്നു. ഇതൊരു ദൃഷ്ടാന്തമാണ്. ഇത് പറഞ്ഞുകൊണ്ടേയിരുന്നു, ഇതൊരു ദൃഷ്ടാന്തമാണ്, ഇത് ദൃഷ്ടാന്തമാണ്. ജമാഅത്തിൽ പരസ്പര സ്നേഹം വളരെയധികമാണ്. നിങ്ങളുടെ മുഖങ്ങളിൽ എപ്പോഴും പുഞ്ചിരിയുള്ളതായി കാണാൻ സാധിക്കുന്നു. അള്ളാഹു ഈ ബൈഅത്ത് ചെയ്യുന്നവരുടെ ആത്മാർത്ഥതയിലും വിശ്വാസത്തിലും അഭിവൃദ്ധി നൽകട്ടെ. നമ്മൾ എല്ലാവരും ജലസയുടെ അനുഗ്രഹം കരസ്ഥമാക്കുന്നവരായി മാറട്ടെ. മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദുആയുടെ അവകാശികളാകട്ടെ. ഈ വർഷം ജർമ്മനിയിൽ 13 മീഡിയ ഔട്ട്ലെറ്റ്സ് ജൽസയുടെ കവറേജ് നൽകി. അതുകൂടാതെ ഇറ്റലി, ചൈന ഓൺലൈൻ പത്രങ്ങളും വാർത്തകൾ നൽകി. ഏകദേശം 2,24,00,000 ആളുകളിലേക്ക് സന്ദേശമെത്തി. റിവ്യൂ ഓഫ് ലീജിയൻസിൻ മുഖേനയും പല പരിപാടികളും നടന്നു. ഇത് ഒരാഴ്ച വരെ തുടരുകയും ചെയ്യും. 1 മില്യൺ ആളുകളിലേക്ക് സന്ദേശം എത്തുകയും ചെയ്യും. പിന്നീട് സോഷ്യൽ മീഡിയ മുഖേനയും MTA ആഫ്രിക്ക മുഖേന
ജലസയുടെ പ്രോഗ്രാമുകൾ സംപ്രേഷണം ചെയ്യപ്പെട്ടു. ജർമ്മൻ ജലസയെക്കുറിച്ചുള്ള റിപ്പോർട്ട് ഗാന നാഷണൽ ടെലിവിഷൻ, ഗാംബിയ നാഷണൽ ടിവി, റുവാണ്ട നാഷണൽ ടിവി, സെറാഗോൺ നാഷണൽ ടിവി, യുഗാണ്ട നാഷണൽ ടിവി എന്നിവ സംപ്രേഷണം ചെയ്യുകയുണ്ടായി. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഈ ജലസയുമായി ബന്ധപ്പെട്ട് ലോകത്ത് ജമാഅത്തിന് സന്ദേശമെത്തി. അള്ളാഹു എല്ലാവിധത്തിലും അനുഗ്രഹം ചൊരിയുമാറാകട്ടെ. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. عباد الله رحمكم الله، إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.